നമസ്കാരം. ന്യൂ ഏജ് ഐക്കൺ സീരീസിൻ്റെ പുതിയ സീസൺ അസറ്റ് ഹോംസ് സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025 സ്റ്റാർ 100 പട്ടികയുടെ പ്രഖ്യാപന വേളയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഈ വേളയിൽ എന്നോടൊപ്പം ചേരുന്നത് ന്യൂ ഏജ് ന്യൂസിൻ്റെ ഡയറക്ടർ ശ്രീ അഭിലാഷ് ഐ ചാംസ്, അതേപോലെ ന്യൂ ഏജ് ഐക്കൺ ന്യൂ ഏജ് ന്യൂസ് ഇതിൻ്റെ ബാക്ക് ആൻഡ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന മെനോഫ്റ്റ് സൊല്യൂഷൻസിൻ്റെ CEO മനു മാത്യു. രണ്ടുപേർക്കും ഈ ഷോയിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ലോകം മുഴുവനുള്ള ന്യൂ ഏജിൻ്റെ പ്രേക്ഷകർ ഈ വേളയിൽ ചേരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ന്യൂ ഏജ് ഐക്കൺ എന്ന സീരീസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 7 സീരീസുകൾ വിജയകരമായി പൂർത്തിയാക്കി ഇത് 8ാമത്തെ സീരീസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത്തവണ ഈ സീരീസിന് ഒരു പ്രത്യേകതയുള്ളത്, മുൻകാലങ്ങളിലേതുപോലെയല്ല. 2025 ഈ ആദ്യ ന്യൂ ഏജ് ഐക്കൺ സീരീസിൽ നമ്മളുടെ നാട്ടിലെ നവസംരംഭങ്ങൾ, അതിലേറ്റവും മികച്ചവ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സീരീസാണ് ഇത്തവണത്തെ ന്യൂ ഏജ് ഐക്കൺ സീരീസ്. അസറ്റ് ഹോംസ് അവതരിപ്പിക്കുന്ന ന്യൂ ഏജ് ഐക്കൺ സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025 എന്ന സീരീസാണിത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവിധ സപ്പോർട്ട് നൽകുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് എന്നുള്ള കാര്യം കൂടി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സപ്പോർട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്നത്. അപ്പോൾ 10 ദിവസം മുമ്പ് ഞങ്ങൾ ഒരു കർട്ടൻ റൈസറിൽ ഒരുമിച്ച് വന്നിരുന്നു. അന്ന് ഈ ഒരു സീരീസിൻ്റെ രീതികൾ എങ്ങനെയാണെന്നുള്ള വിശദ വിവരം പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിനെ തുടർന്ന് 10 ദിവസങ്ങൾ പ്രേക്ഷക നാമനിർദ്ദേശങ്ങൾക്കായി ഞങ്ങൾ കാത്തിരുന്നു. ആ നാമനിർദ്ദേശം 28-ാം തീയതി വൈകുന്നേരം വരെ ലഭിച്ച നാമനിർദ്ദേശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ 100 പേരുടെ പട്ടികയായ സ്റ്റാർ 100 അവതരിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ ആമുഖമായി നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. എങ്ങനെയാണ് ഈ 100 പേരിലേക്ക് എത്തിയത് അഭിലാഷ്? ഈ 100 പേരിലേക്ക് എത്താൻ നമുക്ക് എല്ലാ വർഷവും പോയ വർഷങ്ങളിലെല്ലാം എല്ലാ സീരീസുകളിലും നിരവധി നാമനിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു. അത് പലപ്പോഴും 1000-ന് മുകളിൽ നാമനിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു. ഇത്തവണത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? നമ്മൾക്ക് സാധാരണ രീതിയിൽ എല്ലാവരും 1000-ന് മേളിലാണ് കിട്ടാറുള്ളത്. സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് നല്ല സജഷൻ ബോക്സ് ഫുൾ ആയിരുന്നു. ഓൾമോസ്റ്റ് സജഷൻ 2100 ടു ബി പ്രിസൈസ്ഡ് നമ്മൾ പറയുകയാണെങ്കിൽ 2136ഓളം എൻട്രീസ് നമുക്ക് വന്നു. അത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മികച്ചതാണെന്ന് തോന്നുന്നു. കാരണം 2000-ന് മുകളിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശരിക്കും ഒരു സ്ക്രൂട്ടിനി പ്രോസസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ജെന്യുവിൻ എൻട്രീസ് ആയിട്ട് വരുന്ന ഏതാണ്ട് 761 അതായത് നമ്മൾ പലതും കളക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ. അത് നമുക്ക് അതിനകത്ത് നമ്മുടെ അവർ തന്നിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ പേരുകൾ പോലും ഒരു എൻട്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു യുണീക്ക് ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ പറയത്തക്ക ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് 761. അതിൽ നിന്ന് നമ്മളുടെ സ്ക്രൂട്ടിനി പ്രോസസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സ്ക്രൂട്ടിനി പ്രോസസ്സും നമ്മളുടെ പാനലും സെലക്ട് ചെയ്തതാണ് നമ്മളിപ്പോ 100 സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്തായ 761 ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്തതും 100 ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ജെന്യുവിൻ ആയിട്ടുള്ളതും. ഈ ജെന്യുവിനിറ്റി നമ്മൾ എങ്ങനെയാണ് ശരിക്കും ചെക്ക് ചെയ്യുന്നത്? അതിനെന്തെങ്കിലും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നമുക്കൊരു പാനലുണ്ട്, അവർ തന്നെയാണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു? അതെ, ആദ്യത്തെ ഫിൽട്രേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻ പ്രകാരമുള്ള മാനദണ്ഡങ്ങളെല്ലാം നമ്മൾ ഗൈഡ് ലൈൻ നോക്കിയിട്ടുണ്ട്. അതോടൊപ്പം ചില എക്സെപ്ഷൻ എന്നുള്ള ചില സ്റ്റാർട്ടപ്പുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് റീഡബിലിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്ന 3 പേരുള്ള എക്സ്പെർട്ട് കമ്മിറ്റിയാണ് പ്രോസസ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ആ നിർദ്ദേശം ചിലത് സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിലും മികച്ച സ്റ്റാർട്ടപ്പുകളാണ്. ചിലതൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പം മെയിൻ മാനദണ്ഡം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്തേക്കുന്നത്. 3 പേരടങ്ങിയുള്ള എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ഇതിനെ വെറ്റ് ഔട്ട് ചെയ്ത് പ്രോസസ് ചെയ്തേക്കുന്നത്. ഏകദേശം 10 ദിവസമാണ് നമ്മൾ ഇതിന് മൊത്തത്തിൽ കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ മൊത്തം പ്രോസസ് നമ്മൾ സെലക്ഷൻ പ്രോസസ് നമ്മൾ 10 ദിവസം റൺ ചെയ്തിരുന്നു. അത് അതിനകത്ത് നിന്നുള്ളതിൽ നമ്മൾ ഇത്രയും സ്ക്രൂട്ടിനി ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് പലതും പുതിയതായി തോന്നാം. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും കൗതുകരമായ പല പേരുകൾ ഇതിനകത്തുണ്ട്. ചിലപ്പോൾ നമുക്ക് തന്നെ ആദ്യമായി അറിയുന്ന സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ നവസംരംഭങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോയ വർഷങ്ങളിലും എല്ലാ ന്യൂ ഏജ് ഐക്കൺ സീരീസുകളിലും സംഭവിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ന്യൂ ഏജ് ഐക്കൺ സീരീസുകളിലൂടെയാണ് കേരളത്തിൽ മലയാളികൾ നടത്തുന്ന അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടുന്ന
പുതുമയുള്ള സംരംഭങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങളെ കൂടുതൽ പ്രേക്ഷകർ പരിചയിക്കുന്നത് പലപ്പോഴും ന്യൂ ഏജ് ഐക്കൺ സീരീസുകളിലൂടെയാണെന്ന് നമ്മളുടെ നിരവധി പ്രേക്ഷകർ നമ്മളോട് സംവദിക്കാറുണ്ട്. ഇത്തവണയും അതിന് മാറ്റം വരുന്നില്ല. ഇത്തവണ വളരെയധികം പുതുമയുള്ള 100 പേരുകൾ, മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞുകൂടാ, ഇതൊരു ഫ്രണ്ട്ലി ലീഗാണ്. ഈ ഒരു ഫ്രണ്ട്ലി ലീഗിൽ അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അറിയാം, മുൻഘട്ടങ്ങളിലേതുപോലെ തന്നെയാണ് ഇത്തവണയും വരുന്നത്. നമ്മൾ ഈ സ്റ്റാർ 100 പട്ടിക ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. ആ സ്റ്റാർ 100 പട്ടിക ശേഷം നമ്മൾ 10 ദിവസം പ്രേക്ഷകർക്ക് ഒരു വോട്ടിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ന്യൂ ഏജ് ഐക്കൺ സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂർണ്ണമായും പ്യുവർലി പ്രേക്ഷക വോട്ടെടുപ്പിലൂടെയാണ്. അതിനകത്ത് മറ്റ് മാൽപ്രാക്ടീസ് ഒന്നുമില്ല. newagicon.com www.newagicon.com എന്ന വെബ്സൈറ്റിൽ ഈ ഒരു പ്രഖ്യാപനം കഴിയുമ്പോൾ തന്നെ വോട്ടിംഗ് വിൻഡോ ഓപ്പൺ ആകും. അപ്പോൾ അതിനുശേഷം അടുത്ത 10 ദിവസമാണ് പ്രേക്ഷകർക്ക് ഒരു ഗാഡ്ജറ്റിൽ നിന്ന് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ അല്ലെ ആ രീതിയിൽ വോട്ട് ചെയ്യാൻ പറ്റുക. അത്തരത്തിൽ വോട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ്, ആ വോട്ടിംഗ് തത്സമയം അതിന്റെ ഫലം പ്രേക്ഷകർക്ക് കാണാനും പറ്റും. അതെ, അത് ഡൈനാമിക് ആണ്. ഏറ്റവും കൂടുതൽ വോട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള വോട്ടുള്ള സ്റ്റാർട്ടപ്പുകളാണ് ഏറ്റവും മുകളിൽ വരിക. അത് ഒരു വോട്ട് വീണ് കൂടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. അതെ, അപ്പോൾ പ്രേക്ഷകർക്ക് ഞാൻ ചെയ്യുന്ന വോട്ട് സാധുവാണോ, അതുപോലെ ഇത് ജെനുവിൻ ആണോ എന്നുള്ള സംശയം അല്ലെ പ്രേക്ഷകർക്ക് ഉണ്ടാവാം. അത്തരം സംശയത്തിനൊന്നും ഇട നൽകാതെ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെയാണ് ഇത് മുന്നോട്ട് പോവുക. അങ്ങനെ പോകുന്ന ആ പട്ടിക 50 പേരുടെ ചുരുക്കപ്പട്ടികയായിട്ടാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ വരിക. അതിനടുത്ത ഘട്ടം 25 പേരുടെ, അതിൽ നിന്ന് വീണ്ടും വോട്ടിംഗ് നടന്ന് 25 പേരുകളിലേക്ക് ചുരുങ്ങുന്ന ക്ലബ് 25മായി വരും. അതിനുശേഷമാണ് നമ്മൾ 10 പേരുടെ ഡയമണ്ട് 10 അല്ലെങ്കിൽ ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളുടെ കർട്ടൻ റൈസറിൽ ആമുഖമായിട്ട് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമ്മുടെ സ്റ്റാർ 100 പട്ടിക, ആദ്യ 100 പേരുകളുടെ പട്ടികയിലേക്ക് പോകാം അല്ലെ. അപ്പം ഇതിനകത്ത് ഈ പട്ടിക പ്രഖ്യാപിക്കുന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രീതിയിലല്ല പട്ടികയുടെ പ്രഖ്യാപനം നടക്കുക. ആൽഫബറ്റിക് ഓർഡറിലാണ്. അപ്പൊ A മുതൽ Z വരെയാണ് ഇത് വരിക. നമ്മൾ ഓരോ 10 പേരുകളായിട്ടായിരിക്കും കാണുക. അപ്പൊ നമുക്ക്, എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഒട്ടും വൈകാതെ നമ്മൾ ആദ്യ 10 പേരുകളിലേക്ക് പോകാം. 1 മുതൽ 10 വരെ. പ്രിയപ്പെട്ടവരെ, ന്യൂ ഏജ് ഐക്കൺ സീരീസിലെ പുതിയ സീസൺ സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025ന്റെ സ്റ്റാർ 100 പട്ടികയിലെ ആദ്യ 10 പേരുകൾ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആക്രി ആപ്പ്, വേസ്റ്റ് മാനേജ്മെന്റ്, Accubits Technologies, AI Technology Enabler, Aceware FinTech Services, FinTech Solutions, Axia Technologies, E-Mobility, Agrima Infotech, Enterprise Technology, Astruc Innovations, Healthcare, Bagmo, Health Technology, Benson Studios, Digital Entertainment, Beagle Security, Cyber Security Testing, Best Dog Technology, Health Tech. Akri app, waste management, Accubits Technologies, AI Technology Enabler, Aceware FinTech Services, FinTech Solutions, Axia Technologies, E-Mobility, Agrima Infotech, Enterprise Technology, Astruc Innovations, Healthcare, Bagmo, Health Technology, Benson Studios, Digital Entertainment, Beagle Security,
cyber security testing, best dog technology, health tech. അപ്പോൾ ആദ്യ 10 പേരുകൾ സ്റ്റാർ 100-ലെ ആദ്യ 10 പേരുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ പ്രേക്ഷകർ നോക്കുമ്പം അത് രസകരമായ ഒരു തുടക്കത്തിലാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആക്രി. ആ പേരുകാരനിലാണ്, ആ പേരിൽ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ നിരവധി ആളുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനകത്ത് ആദ്യം വന്നിരിക്കുന്ന acri.in എന്ന പേരാണ്. എന്താണ് അവിടെ നമുക്ക് തുടങ്ങുന്നതായിരിക്കും? എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് ആക്രി കുറച്ച് വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടി, ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ദൈനംദിന ജീവിതത്തിൽ കാണുന്നൊരു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വന്നുപെടുന്ന വാക്കാണല്ലോ ആക്രി. അതിനെ ഇന്നോവേറ്റ് ചെയ്ത് അവരൊരു സ്റ്റാർട്ടപ്പ് ആക്കുകയും ആ സ്റ്റാർട്ടപ്പിന് ഫണ്ടിങ് വരികയും ചെയ്തതോടുകൂടി എന്താണ് ശരിക്കും ആക്രി എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? അതെ, ആക്രി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആക്രി ആയിട്ടുള്ള ഐറ്റംസിനെ സെല്ല് ചെയ്യുക. സാധാരണ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് സെഗ്മെന്റ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സാധാരണ വീടുകളിൽ വന്ന ആളുകൾ പർച്ചേസ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്ന സാധനത്തെ ഒരു ടെക്നോളജിയുടെ സഹായത്തോടുകൂടി, ഒരു ആപ്പിന്റെ ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടുകൂടി ഇന്നോവേറ്റ് ചെയ്ത് മുമ്പിലേക്ക് വരുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം. പണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും വേസ്റ്റായ ജോലികളിൽ ഒന്നും കരുതിയിരുന്നതിന് ടെക്നോളജി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യുഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, അവരുടെ പ്രോസസ്സ് തന്നെ വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഷെഡ്യൂൾ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, ടൈം സ്ലോട്ട് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അതിന് നമ്മൾ റെമ്യൂണറേഷൻ ഉൾപ്പെടെ അവർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഇന്നോവേറ്റീവ് സൈഡ്. നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് കളക്ട് ചെയ്യുന്നതല്ല, അല്ലല്ല, അതിനകത്തുള്ള മെത്തേഡ് തന്നെ അവർ ഇംപ്ലിമെന്റ് ചെയ്തേക്കണം. ഒരു എന്താ പറഞ്ഞ ഒരു ഇന്നോവേഷൻ തന്നെ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ കിട്ടിയിരിക്കുന്ന വിദഗ്ധ സമിതി തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ 100 എണ്ണത്തിൽ എല്ലാത്തിനും തന്നെ അവരുടെ ഒരു വെബ്സൈറ്റോ പാനലോ ഉണ്ടാകുമല്ലോ അല്ലേ? അപ്പം തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് കാണുന്നവർക്ക് acri.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പേരുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള, കാരണം നമുക്ക് ഇവിടെ അത്തരം ഡീറ്റെയിലുകൾ പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മുടെ സമയം 100 പേരെ പരിചയപ്പെടുത്തുമ്പോൾ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ, ഉറപ്പായിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും എല്ലാ സ്റ്റാർട്ടപ്പുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലുകൾ 100 നമ്മൾ പോകുന്നുണ്ട്. ഒപ്പം അതായത് ഈ വരുന്ന 10 ദിവസങ്ങൾക്കുള്ളിൽ വരും. നമ്മൾ വിചാരിക്കുന്നില്ല, കാരണം 100 പേരെ കോർഡിനേറ്റ് ചെയ്ത് വരാനായിട്ട് നമ്മുടെ ഈ സീരീസ്. അപ്പൊ അതായത് പ്രേക്ഷകരില്ലെങ്കിൽ 10 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ കൊടുക്കും. അതെങ്ങനെ ന്യൂ ഏജ് ഐക്കണിന്റെ വെബ്സൈറ്റിൽ കൂടിയാണോ നമ്മൾ കൊടുക്കുക, അതോ ന്യൂ ഏജിന്റെ മറ്റ് ചാനലുകളിൽ കൂടിയാണോ? നമ്മുടെ ന്യൂ ഏജിന്റെ ഐക്കണിൽ ഈ ഒരു പർട്ടിക്കുലർ ആൾക്കാർ ഇവരുടെ വോട്ടിംഗ് ഇത് വരുന്നതിന് താഴത്തൊരു ലിങ്ക് നമ്മുടെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ ഐക്കൺ ടോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിനകത്ത് ബാക്കി കാര്യങ്ങൾ ന്യൂ ഏജ് ചാനലിലൊക്കെ ഇത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, വോട്ടിങ്ങിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. കാരണം അതിന് ഇത് മുഴുവൻ വന്നതിന് ശേഷം വോട്ട് ചെയ്യാൻ ഇരിക്കണമെന്നില്ല. ഞാനത് പറയാൻ കാരണം തുടക്കത്തിൽ തന്നെ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഈ പ്രഖ്യാപിക്കുന്ന 100 പേരുകൾ ഇന്ന് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ വോട്ടിംഗ് വിൻഡോ ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ പേരുകാരുടെയും വിശദ വിവരങ്ങൾ അവിടെ ഉണ്ടാകും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സമഗ്രമായ വിവരങ്ങൾ ലഭ്യമാകും. അപ്പോൾ നമ്മൾ ആക്രി ആണ് ആദ്യം, ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. അടുത്തതിൽ നമ്മൾ അക്യൂബിറ്റ്സ് ആണ്. അതെ, ഇതൊരു AI മോഡൽ അനലൈസിംഗ് പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇത് ഒരു ന്യൂജൻ ആപ്പാണ്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ടെക് സൈഡിൽ തന്നെ എന്തെങ്കിലും പറയാം. അത് ബേസിക്കലി ടെക്നോളജിയാണ് അവരുടെ ആധികാരികമായിട്ട് ചെയ്യുന്നത്. ഏത് മേഖലയിലാണ്? അത് ഫിൻടെക് ആണ്. അതിന് 2 രീതിയിലും പറയാം. ശരിക്കും പറഞ്ഞാൽ അവർ ടെക്നോളജിയിലെ എല്ലാ മേഖലകളിലും കയ്യെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് സജഷൻ വന്നതിനകത്ത് സജഷനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ഫിൻടെക് മേഖലയിലുള്ള ഒരു AI മോഡൽ, മറ്റ് മോഡലുകളെ അനലൈസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു, അതായത് ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ AI റിലേറ്റഡ് ആയിട്ട് അതിനെ സമഗ്രമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് അക്യൂബിറ്റ്സ് ടെക്നോളജി. മറ്റെന്തെങ്കിലും കൂടി ഉണ്ടാകാം. ശരി, അതെ, നമ്മൾ പീപ്പിൾസ് പെർസ്പെക്റ്റീവ് തന്നെയാണ് അതിനെ കൺസിഡർ ചെയ്തേക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന നാമനിർദ്ദേശങ്ങളിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അവിടെ മനു വളരെ കൃത്യമായി പറഞ്ഞ ഒരു പോയിന്റ്, നമുക്ക് വന്നിരിക്കുന്ന ആ മേഖല തന്നെ ആകണമെന്നില്ല. അതിനപ്പുറം നിരവധി മേഖലകളിൽ ആ സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോമിനേറ്റ് ചെയ്ത ഒരു മേഖലയായിരിക്കും നമ്മളിവിടെ അതെ, ആ സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കപ്പെട്ട മേഖല. ഓക്കെ, മൂന്നാമതായി വന്നിരിക്കുന്നത് ഈസ്വെയർ. അതും ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് തന്നെയാണ്. ഈസ്വെയർ ഫിൻടെക്കും പേരിൽ തന്നെ ഈസ്വെയർ ഫിൻടെക് സർവീസ് എന്നാണ്. ഓക്കെ, ബാങ്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ,
അപ്പൊ ആ സ്റ്റാർട്ടപ്പും ഇതുപോലെ തന്നെയാണ്. അത് ഫിൻടെക് ആണ്. എനിക്ക് തോന്നുന്നത് അത് ഇച്ചിരിയും കൂടെ ആളുകൾക്ക് പരിചിതമാകുന്ന യേസ് മണി എന്ന പേരിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കുറെ ഇപ്പോൾ വളരെ ലളിതമായിട്ട് യേസ് മണി അതൊരു മൊബൈൽ ആപ്പ് പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെ ഫിൻടെക് ആയിട്ട് ആക്ടിവിറ്റി വരുന്നതാണ്. അടുത്തത് നാലാമത് വന്നിരിക്കുന്ന ആക്സിയ ടെക്നോളജീസ് ആണ്. ഒരു മൊബിലിറ്റി സ്റ്റാർട്ടപ്പ് ആണ്. അതൊരു ഓട്ടോമൊബൈൽ ഓട്ടോമോട്ടീവ് ഹാർഡ്വെയർ ഡെവലപ്മെന്റ് ആ സൈഡിൽ നിൽക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അതെ, ജർമ്മൻ സ്റ്റാർട്ടപ്പ് ഒരു ജർമ്മൻ കമ്പനിയെ പോലും അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. അത് അക്വയർ ഇൻ ദ സെൻസ് ഓഫ് എന്താ പറഞ്ഞാൽ ആ ഒരു ഡൊമൈനിന്റെ പർട്ടിക്കുലർ എലമെന്റിനെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ആണ്, പക്ഷേ ഈ നിലവിൽ വന്നേക്കുന്ന സ്റ്റാർട്ടപ്പുകൾ ഇച്ചിരി കൂടെ ഒരു അഡ്വാൻസ്ഡ് മേഖലയിലാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവായി പോകുന്ന ഒരു ഏരിയയാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. അവിടെ വരുന്ന ഇതെല്ലാം മലയാളികളുടെ അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടുന്ന മേജർ പങ്കാളിത്തം മലയാളികൾ ഉൾപ്പെടുന്നത് മാത്രമേ നമ്മളിവിടെ അത് കർട്ടൻ റൈസറിൽ വളരെ കൃത്യമായി പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. എങ്കിലും മലയാളികളുടെ കേരളത്തിൽ മാത്രമെന്നല്ല, കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും, അതായത് ആഗോളതലത്തിൽ മലയാളികൾ ആരംഭിച്ചതോ അതോ മലയാളികൾ വളരെ കീ ആയിട്ടുള്ള ഒരു റോൾ എടുക്കുന്ന അല്ലെങ്കിൽ മേജർ ഒരു ഫൗണ്ടർ കോ ഫൗണ്ടർ എന്ന നിലയിൽ മേജർ റോള് മലയാളികൾക്കുള്ള സ്റ്റാർട്ടപ്പുകൾ മാത്രമേ നമ്മളിവിടെ അവതരിപ്പിക്കുന്നുള്ളൂ, അല്ലേ? അതെ, മേജർ ഇക്വിറ്റി ഹോൾഡിംഗ് ഉള്ള സ്റ്റാർട്ടപ്പുകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നാലാമത് വന്നിരിക്കുന്ന ആക്സിയാണ് നമ്മൾ പറഞ്ഞു. 5 അഗ്രിമ ഇൻഫോടെക്. അതൊരു എന്റർപ്രൈസിംഗ് ടെക് സ്റ്റാർട്ടപ്പ് ആണ്. അത് നമ്മളുടെ ഒരു ഇ കൊമേഴ്സിൽ നമ്മുടെ ഈ ഓൺലൈൻ ഗ്രോസറി റീറ്റെയിൽസ് അത് റീറ്റെയിൽ കണക്ടിവിറ്റി കൂടുതലുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ബിഗ് ബാസ്ക്കറ്റ് ടേക്ക് ഓവർ ചെയ്തതാണ് 2022. അവരുടെ ബിസിനസ് യൂണിറ്റ് ആണ് ടേക്ക് ഓവർ ചെയ്തേക്കുന്നത്. പക്ഷേ എന്നാലും മൊത്തത്തിലല്ല, അവരുടെ ഒരു ബിസിനസ് യൂണിറ്റ് മാത്രമേ ബിഗ് ബാസ്ക്കറ്റ് ടേക്ക് ഓവർ ചെയ്യുള്ളൂ. അപ്പോൾ കൂടുതൽ ഇന്നോവേഷൻസ് അവരുടെ ഇതുണ്ട്. നമുക്ക് അവരുടെ സൈറ്റിൽ കൂടുതൽ നമ്മൾ റെഫർ ചെയ്തപ്പോഴത്തേനും ഓരോരോ ഇന്നോവേഷൻസ് ആണ് പിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ റീറ്റെയിൽ സെഗ്മെന്റിലേക്കുള്ള സബ് കോമ്പണന്റും സബ് സോഴ്സസും എല്ലാം അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 6ാമത് വന്നിരിക്കുന്ന ആസ്ട്രക് ഇന്നോവേഷൻസ് ആണ്. ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ നിന്നുള്ളതാണ്. ഡിസബിലിറ്റി ഉള്ളവർക്ക് കുറച്ച് യൂട്ടിലിറ്റീസ് കൂടുതൽ കൊടുക്കുന്ന രീതിയിൽ ഒരു പുതിയ വളരെ പുതിയ സ്റ്റാർട്ടപ്പാണ്. അതെ, എനിക്ക് തോന്നുന്നത് ഈ കറണ്ട് സിനാരിയോയിൽ ഇച്ചിരി കൂടെ ഒരു റിലേറ്റീവ് ആയിട്ട് ഗുണപ്പെടുന്ന ഒരു സ്റ്റാർട്ടപ്പുള്ള സെഗ്മെന്റിലേക്കാണ് എല്ലാ സജഷൻസ് വന്നേക്കുന്നത്. മിക്കതിനകത്തും പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഇനി ഒരു സിനാരിയോയിൽ ഈ എന്താ പറയുക, നമുക്ക് ഡിസബിലിറ്റീസ് ഉള്ള ആളുകളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അതെന്ന് അതൊരു വലിയൊരു ഇന്നോവേറ്റീവ് മേഖലയായിട്ട് ഹെൽത്ത് കെയറിൽ ഫോക്കസ് വരുന്നത് ഡിസബിലിറ്റി ഉള്ളവരെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഏജ്ഡ് ആയിട്ടുള്ളവർക്കുള്ള സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസബിലിറ്റി ആണ് പ്രൈമറി ഫാക്ടർ അവരുടെ, പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ ഒരു ജെറിയാട്രിക് സപ്പോർട്ടും കൂടെ അതിന്റെ കൂടെ ഉണ്ട്. അതെ, അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസും പറയുന്നത് പോലെ. ഓക്കെ, അടുത്തത് 7ാമത് വന്നിരിക്കുന്ന ബാഗ്മോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. വീണ്ടും ഒരു ഹെൽത്ത് കെയർ ആണ്. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമായിരുന്നു കണ്ടിരുന്നത്. അതിൽ നിന്ന് കാതലായ ഒരു മാറ്റം നമ്മൾ കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. നല്ല നല്ല വ്യത്യാസങ്ങളുള്ള മുന്നോട്ട് പോകുന്നത് നമുക്ക് വളരെ രസകരമായ കാര്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വരുന്നുണ്ട്. ബാക്ക്മോ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഴ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴും ഓരോ ബ്ലഡ് ഡൊണേഴ്സ് കേരള തമിഴ്നാട് റീജിയനിലുള്ള ബ്ലഡ് ഡൊണേഴ്സിൽ RFIയുടെ സഹായത്തോടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു യുണീക്ക് ID ജനറേറ്റ് ചെയ്യുക എന്നൊരു സിസ്റ്റം. വീണ്ടും വളരെ വൈവിധ്യമാണ്. ഓക്കെ, അടുത്തത് 8ാമത് വന്നിരിക്കുന്നത് ബെൻസൺ സ്റ്റുഡിയോസ് ആണ്. അതൊരു എന്റർടൈൻമെന്റ് സെഗ്മെന്റിലുള്ള സ്റ്റാർട്ടപ്പ് ആണ്. വിർച്വൽ ആക്ടർ ആണ് ആ സ്റ്റാർട്ടപ്പിന്റെ. അത് അഭിനേതാക്കളുടെ പണി പോകുമോ? ഇല്ല, അത് എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ അത് നമ്മുടെ ഈ അമർചിത്ര കഥ പോലെ തന്നെ, അതല്ലെങ്കിൽ മായാവി പോലെ അതിനെ വിഷ്വൽ ആയിട്ട് തന്നെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ആളുകൾ കൂടുതൽ അതിനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്രെഡ്സിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മളിപ്പോൾ ഇവാലുവേഷൻ പ്രോസസ്സിന് ജസ്റ്റ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കമന്റ്സ് ഒക്കെ N നമ്പേഴ്സിലാണ് വരുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് തീർച്ചയായും അതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും നമുക്ക് വിചാരിക്കാം. 9ാമത് വരുന്നത് ബീഗിൾ സെക്യൂരിറ്റീസ്. അതെ, ബീഗിൾ സെക്യൂരിറ്റീസ് ശരിക്കും പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി കാറ്റഗറിയിലാണ് ശരിക്കും പറഞ്ഞാൽ. അവർ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ സൊല്യൂഷനുകളെ ഓഡിറ്റ് ചെയ്യുക, അതിന്റെ ബാക്കി കാര്യങ്ങളിലുള്ള ഗ്യാപ്പുകളെ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ സൈബർ സെക്യൂരിറ്റി സ്ട്രോങ് ആക്കുക, സൊല്യൂഷന് വേണ്ട ഗൈഡ് ലൈൻസും സപ്പോർട്ടുകളും ഗ്യാപ്പുകളും ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. അതാണ് മെയിൻ ആക്ടിവിറ്റി. മറ്റ് സർവീസിന്റെ മെയിൻ ആക്ടിവിറ്റി അതാണ്. ഓക്കെ, അങ്ങനെ അവസാനത്തെ എൻട്രിയിലേക്ക് ആദ്യ സ്റ്റാർ 100ലെ ആദ്യ 10ലെ അവസാനത്തെ 10ാമത്തേത് ബെസ്റ്റോക്ക് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതും ഒരു ഹെൽത്ത് ടെക് ആണ്. അതൊരു ഹെൽത്ത് ഇത് ഹെൽത്ത് ടെക് ആണ്. ഓക്കെ, ഇത് ഡോക്ടർ പേഷ്യന്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്
സ്റ്റാർട്ടപ്പാണ്. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഡോക്ടേഴ്സ് എനിക്കൊന്ന് 250-ലധികം ഹോസ്പിറ്റൽ ചെയിനുകൾ അതിനകത്ത് ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ടുണ്ട്. ഹോസ്പിറ്റലും ഡോക്ടേഴ്സ് ആയിട്ടുള്ള ചെയിനുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മിഡിൽ ഈസ്റ്റിൽ നിലവിൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈലി ഗ്രോയിങ് കണ്ടീഷനിലാണ് അവരുടെ സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത്. അതെ അതെ. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് വളരെ ചിലപ്പോൾ വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന, ആകാംക്ഷ ഉണർത്തുന്ന ഒരു തുടക്കമാണ് നമ്മൾ സ്റ്റാർ 100-ൽ വന്നിരിക്കുന്നത്. 1 മുതൽ 10 വരെ ഉള്ളത് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളതിനകത്ത് കാണുന്ന ചില പ്രത്യേകതകളുണ്ടല്ലേ അഭിലാഷ്? അത് ഒരു ഏരിയ മാത്രമല്ല, അതായത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ടെക്നോളജി ബിൽഡ് മാത്രമല്ല, ഐ ടി മാത്രമല്ല, എല്ലാ തരത്തിലും ഒരു IT ഫിൻടെക് ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, ഓണ്ടർപ്രണർ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. തുടക്കത്തിലെ തന്നെ ആക്രി ആ പേര് പോലെ തന്നെ അങ്ങനെ അതായത് സെക്ടർ വൈസും ഇൻട്രസ്റ്റിംഗ് ആണ്, പേര് കൊണ്ടും ഇൻട്രസ്റ്റിംഗ് ആണ്, ക്യാരക്ടറിൽ ബെൻസാമ്പോലുള്ള ക്യാരക്ടറിൽ ടെക്നോളജിയിൽ തന്നെ പല വൈവിധ്യങ്ങൾ. അപ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മളുടെ നാട്ടിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഇന്നോവേറ്റീവ് മൈൻഡ് ചില പരിമിതികൾ കടന്ന് അല്ലെങ്കിൽ പരിധി കടന്ന് മുൻധാരണകൾ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരുന്നത്. അപ്പൊ അത് വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ ആകാംക്ഷ ഉണർത്തുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഈ രംഗത്തൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രചോദനവും കൂടി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ അടുത്ത 10-ലേക്ക് പോയാലോ? അപ്പോ ഇതുവരെ നമ്മൾ കണ്ടത് 1 മുതൽ 10 വരെ ആണെങ്കിൽ നമ്മളിനി 11 മുതൽ 20 വരെയുള്ള മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞുകൂടാ, ഈ ലീഗിലെ, ഈ സൗഹൃദ ലീഗിലെ അടുത്ത പങ്കാളികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പങ്കെടുക്കുന്നവർ അല്ലെങ്കിൽ ഉൾപ്പെട്ടവർ, പ്രേക്ഷകരുടെ നോമിനേഷനിൽ ഉൾപ്പെട്ട 11 മുതൽ 20 വരെയുള്ളവർ ആരെന്ന് നോക്കാം. സ്ക്രീനിലേക്ക് Beyond Snack, Food Processing, Bio Ayurvedic Naturals, FMCG, Build Next, Real Estate, Bylin MedTech, Healthcare, CareStack, Health Tech, ClueTrack, Analytics, Cloud Physician Healthcare, Health Tech, Decagon, Enterprise Tech, Desindox Technologies, Healthcare, Docker Vision, Mobility. അപ്പോൾ വീണ്ടും നമ്മൾ വൈവിധ്യങ്ങളുടെ അടുത്ത മേഖലയിലേക്ക് പോവുകയാണ്. 11 മുതൽ 20 വരെയുള്ള ഈ സൗഹൃദ ലീഗിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്ന, സ്റ്റാർ 100 പട്ടികയിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്ന 11 മുതൽ 20 വരെയുള്ള പേരുകളാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ ആദ്യം കണ്ടത് ബിയോണ്ട് സ്നാക്ക്. അതായത് ഇതുവരെ നമ്മൾ നേരത്തെ കണ്ടതെല്ലാം ഒരു ടെക്നോളജി ബേസ് ആണെങ്കിൽ ഇതൊരു പ്രൊഡക്റ്റ് ആണ്, സ്നാക്കാണ്. ഓക്കെ. അപ്പോ അത് ഫുഡ് പ്രോസസിംഗ് ആണ് അവരുടെ ഏരിയ. റീസെന്റ് ഇവര് ഫണ്ടിങ്ങുകളോട് കൂടിയാണ്. അതെ, $8.3 million ഫണ്ടിങ് ആണ് അവർ വന്നേക്കുന്നത്. അത് ഏകദേശം 12 ഇൻവെസ്റ്റേഴ്സ് വന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഇനി അടുത്തൊരു വലിയ ജമ്പിലേക്കായിരിക്കും ഈ സ്റ്റാർട്ടപ്പ്, ഏഞ്ചൽ ഫണ്ടിങ് ലെവലിലേക്ക്, ഒരു ഹൈ ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് അല്ലേ? നെക്സ്റ്റ് ഫണ്ടിങ് ലെവലിലേക്ക്. മറ്റേ നമ്മളുടെ സാധാരണ ചിപ്സ് ആണ് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. നമ്മള് നാട്ടിൽ സ്ഥിരം കാണുന്ന വാഴക്ക ഉപ്പേരിയും ഒക്കെയാണ് അവരുടെ പ്രൊഡക്റ്റ്. അതിൽ നിന്നാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഈ ലെവലിലേക്ക്. ചെറിയ ഫുഡ് പ്രൊഡക്റ്റും അല്ല, ചെറുത്, അതിനകത്ത് തന്നെ അവർ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ടേസ്റ്റിലും ബഡ്സിലും എല്ലാത്തിലും അവർ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സാധാരണ ജനം ഇത്രയും നാളെ നമ്മൾ ഉപയോഗിച്ചിരുന്ന നിസ്സാരമാണെന്ന് കരുതിയൊരു ചിപ്സ് ആണ് സ്റ്റാർട്ടപ്പായി മാറിയെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും IT മാത്രമല്ല, മറ്റു മേഖലകളിലേക്ക് നമ്മൾ മുമ്പ് കണ്ടത് മേഖലകളിൽ നിന്ന് വൈവിധ്യമാണ്. അടുത്തത് ബയോ ആയുർവേദിക്. അതെ, ബയോ ആയുർവേദിക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സസ്റ്റൈനബിൾ ഫാബ്രിക്കിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ശരിക്കും FMCG തന്നെയാണ് കാറ്റഗറി, FMCG ആണ്. അതിനകത്ത് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു പോളിമർ ഇന്നോവേഷൻ ആണ് അവർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഫാബ്രിക്കിന്റെ, അതെ, ഫാബ്രിക്കിന്റെ ലൈഫിനും അതേപോലെ തന്നെ അതിന്റെ സ്റ്റിഫ്നെസ്സിനും അഡ്വാൻസ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിമർ ഇന്നോവേഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കൊന്ന് ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. പേരിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അതെ, ഒരു ആളുകൾ ചിന്തിക്കുന്നത് എന്താണോ അതുമായിട്ട് സാമ്യം ഉണ്ടോ എന്നുള്ളതൊക്കെ അത് ഇനി വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതെ. അപ്പോൾ അത് വളരെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു പേര് തന്നെയാണ് ബയോ ആയുർവേദിക്. അതിനുശേഷം നമ്മൾ 13ാമത്തെ എൻട്രി ആയിട്ട് വന്നിരിക്കുന്നത് ബിൽഡ് നെക്സ്റ്റ് ആണ്. റിയാലിറ്റി ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആണ്. ഓക്കെ.
ഹോം ഡിസൈൻസും ഡെക്കോസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അവരുടെ ഡിസൈൻ സെഗ്മെന്റ് ഇത് വർക്ക്ഔട്ട് അപ്ലിഫ്റ്റ് ചെയ്യാനാണ് സ്റ്റാർട്ടപ്പ് ബേസിക്കലി. അതെ, അതിനകത്ത് ടെക്നോളജി ഇന്നോവേഷൻ ആണ് അവർ എടുത്തു പറയുന്നത്. അവർ വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടുകൂടി പ്രിഡിക്റ്റീവായിട്ടും മറ്റ് സൊല്യൂഷനുകളും മറ്റേ ഡിസൈൻസ് എങ്ങനെ ഇരിക്കണം എന്നുള്ള സജഷൻസ് ഉൾപ്പെടെ അവർ ഉപഭോക്താക്കൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലുള്ള റിയാലിറ്റി ആണ്, എന്നാൽ കുറച്ച് ടെക്നോളജി ഇൻസെർട്ട് ആണ് റിയാലിറ്റി ടെക്. അപ്പോൾ ബിൽ നെക്സ്റ്റ് ആ ഒരു മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ളതാണെങ്കിൽ 14ാമത്തേത് ബൈലിൻ മെഡ്ടെക്. ബൈലിൻ മെഡ്ടെക് ഒരു ഹെൽത്ത് കെയർ തന്നെയാണ്. ഹെൽത്ത് കെയർ തന്നെയാണ്, പ്രൊഡക്ട്സ് ആണ്. അതെ, പ്രൊഡക്ട്സ് ആണ്. അവർ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിവൈസസും അതേപോലെ തന്നെ കുറച്ച് പ്രൊഡക്ട്സിന്റെ സഹായത്തോടുകൂടി നമ്മുടെ പേഷ്യൻസുകളെയും അതേപോലെ തന്നെ കുറച്ച് ചില ഇൽനെസ്സുകളെ ഐഡന്റിഫൈ ചെയ്യുക, പേഷ്യന്റുകൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിവൈസസ് വഴി അവരെ ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള ഇന്നോവേറ്റീവ് കാര്യങ്ങളാണ് അവർ മെഡിക്കൽ ഫീൽഡിലാണ്. അതെ അതെ. ഓക്കെ, 15ാമത് വന്നിരിക്കുന്നത് കെയർ സ്റ്റാക്ക് ആണ്. അതെ, ഇതൊരു ഡെൻ കെയർ സ്റ്റാർട്ടപ്പ് ആണ്. അഗൈൻ ഹെൽത്ത് കെയർ തന്നെയാണ്. ഓക്കെ, ഇതൊരു യുഎസ് കേരള ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആണ്. ഓ അതെ അതെ. ട്രിവാൻഡ്രം ടു ഫ്ലോറിഡ ആണ് ഇതിന്റെ ഒരു കണക്ടിവിറ്റി, ഒരു ലൂപ്പ് പോലെ തന്നെ പറയാലോ. അത് വരട്ടെ. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി 16ാമത്തെ ആളിലേക്ക് പോവുകയാണ്. ഫ്ലൂ ട്രാക്ക് പേര് കൊണ്ട് തന്നെ ഒരു വൈവിധ്യം ഉണ്ടെങ്കിലും അവരെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അനലിറ്റിക്സ് ആണ്. അതായത് കസ്റ്റമേഴ്സിന്റെ ബിഹേവിയറേയും മറ്റു കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട അനലിറ്റിക്സിന്റെ സഹായം ടെക്നോളജി, പ്യുവർ ടെക്നോളജി. ഓരോ ബിഹേവിയർ എനിക്ക് തോന്നുന്നു ഇനി ഉള്ള നെക്സ്റ്റ് ഇനി ഒരു ഫ്യൂ ഇയേഴ്സിലേക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് വേണ്ട ഒരു സെഗ്മെന്റ് ആണ്. ഇത് ഏത് മേഖലയാ? ഇ കൊമേഴ്സ് ആണോ? എന്താണ്? അല്ല, അത് അനലിറ്റിക്സ് തന്നെ കാറ്റഗറിയാണ്. ടെക്നോളജിയാണ് പ്യുവർ ടെക്നോളജി. ബിഹേവിയറൽ സ്റ്റഡിക്ക് ഇനിയിപ്പോ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ബിഹേവിയറൽ സ്റ്റഡി ഒക്കെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പുറത്തുള്ള പല രാജ്യങ്ങളിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഈ ബിഹേവിയറൽ സ്റ്റഡിക്കാണ്. ഇതിലേക്കാണ് മലയാളികൾ കാലെടുത്ത് വെക്കുന്നത്. അതെ അതെ. ഓരോ ഫുഡ് പ്രൊഡക്റ്റ് തുടങ്ങി ഓരോ ഡിസൈൻ ആയിട്ടുള്ള ക്ലോത്ത് മെറ്റീരിയൽസ് തുടങ്ങി ഓരോ സെഗ്മെന്റിൽ ഇപ്പൊ പൊളിറ്റിക്സിൽ വരെ ബിഹേവിയർ സ്റ്റഡി വന്നു. റെവല്യൂഷൻ ആകാൻ സാധ്യത കാണുന്ന ഒരു. അപ്പം എല്ലാ വിധത്തിലുള്ള കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ട ഒന്ന് ഫ്ലൂ ട്രാക്കിലുണ്ട്. അതിൽ കൂടുതൽ ക്ലൂ കിട്ടണമെങ്കിൽ നമ്മൾ കാത്തിരിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. 17ാമത് വന്നിരിക്കുന്നത് ക്ലൗഡ് ഫിസിഷ്യൻ ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയർ ആണ്. നമുക്ക് നേരത്തെ മുമ്പ് വന്നിരുന്ന സെയിം ഡോക്ടർ പേഷ്യന്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള. അതെ, എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ആളുകൾ കൂടുതൽ ഓൺലൈൻ ഹെൽത്ത് കെയറിൽ വളരെയധികം ഒരു പരിശീലനം ലഭിച്ചു. അല്ലെങ്കിൽ നേരിട്ട് ഒരു ഡോക്ടറെ കണ്ടില്ലെങ്കിൽ നമുക്ക് ഒരു തൃപ്തിയാവില്ലായിരുന്നു. ഇപ്പൊ അതൊരു പരിശീലനമായി അതിനുള്ള കൂടുതൽ സാധ്യതകൾ എന്ത് വെറൈറ്റി ആണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ അതെ, ഇപ്പൊ കൂടുതൽ ആളുകൾ അഡ്വാൻസ്ഡ് ആയി. ടെക്കിനെ അവര് കാണുന്നുണ്ട്. ഓക്കെ. നമ്മളപ്പോ 18ാമത്തെ ഡെക്കാഗൺ എന്നാണ് 18ാമത്തെ സ്റ്റാർട്ടപ്പിന്റെ പേര്. അതെ, അതൊരു US ബേസ്ഡ് ആയിട്ടുള്ള എന്നാൽ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ശരിക്കും പറഞ്ഞാൽ എന്റർപ്രൈസ് ടെക് ആണ്. അത് സൊല്യൂഷൻസുകളാണ് അവർക്കുള്ള ERP മോഡലുള്ള സൊല്യൂഷൻസ് ഉണ്ട്, അതർ മൈക്രോ സൊല്യൂഷൻസ് ഉണ്ട്. എല്ലാം ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഓറിയന്റഡ് ബിസിനസ് തന്നെയാണ്. ടെക് ആണ് പ്യൂർലി. ഓക്കെ, എന്റർപ്രൈസ് ടെക്. ഓക്കെ. 19ാമത് വന്നിരിക്കുന്നത് ഡെസിൻടോക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. 19ാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് ടെക് അല്ല, ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറും ഹെൽത്ത് ടെക്കും തമ്മിൽ എന്ത് വ്യത്യാസം വെച്ചാൽ വളരെ മൈന്യൂട്ട് ഡിഫറൻസ്. ഇവർ ഡെസിൻടോക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഒരു ഡിവൈസ്, ഒരു വീൽ ചെയർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. കുറച്ചുകൂടെ ടെക്നോളജിയാണ് ബേസ് യൂസ് ചെയ്യുന്നതെങ്കിലും അതൊരു ഡിവൈസ് ആണ്, ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ്. നേരത്തെ കണ്ട ക്ലൗഡ് ഫിസിഷ്യൻ ഒരു ക്ലൗഡ് ആണ്. അതൊരു ഡോക്ടർ പേഷ്യന്റ് ഇതാണ്. ഇതൊരു പ്രോഡക്റ്റ് ആണ്, ഒരു പർട്ടിക്കുലർ ഉദ്ദേശത്തിലേക്ക് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം പ്രേക്ഷകർ ഇത് വോട്ടിങ്ങിന്റെ സമയത്ത് കൃത്യമായി അത് ശ്രദ്ധിച്ച് എന്തായാലും അവർ നോക്കുമ്പോൾ കൃത്യമായ ഒരു ധാരണ കിട്ടും. എന്നാലും സൈറ്റിൽ അതേപറ്റി ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു പ്രത്യേകത എനിക്ക് ഉള്ളതെന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിനകത്തുള്ള ചേഞ്ചസ് ഉണ്ട്. ഒരു വീൽ ചെയർ എന്ന് പറയുമ്പോൾ ആ വീൽ ചെയറിന് പല ടൈപ്പ്, പല ഏജ് ഗ്രൂപ്പ്, പല കാറ്റഗറിയിലുള്ളവരുണ്ട്. അതാണ് അവരുടെ ഇന്നോവേഷൻ. എനിക്ക് തോന്നുന്നത് സൈറ്റിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ 2ാമത്തെ 10ൽ അവസാനത്തേത്, അതായത് 11 മുതൽ 20 വരെയുള്ളതിൽ അവസാനത്തേത് ഡോക്കർ വിഷൻ ആണ്. ഡോക്കർ വിഷൻ ഏത് കാറ്റഗറിയിലാണ്? മൊബിലിറ്റി കാറ്റഗറിയാണ്. ഓക്കെ, നമ്മളുടെ ഒരു ലോജിസ്റ്റിക് ഹാക്കത്തോണിൽ വന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ആണ്. അത് ഒരു ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. ബേസിക്കലി കണ്ടെയ്നറുകളെയും മറ്റ് ഡിവൈസസുകളെയും മറ്റ് വെഹിക്കിളുകളെയും സ്പെസിഫിക്കലി അവർ പറഞ്ഞ കണ്ടെയ്നേഴ്സ് ആണ്. അവരെ ട്രാക്ക് ചെയ്യുക, അവരെവിടെയായി, അവരുടെ കറക്റ്റ് ഏത് ട്രാഫിക്കിലാണ് അവർ നിൽക്കുന്നത്, ആ ട്രാഫിക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ്. അപ്പൊ അത് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് വെഹിക്കിളിനുള്ള രീതിയിലുണ്ട്. അതിനകത്ത് മറ്റ് സൊല്യൂഷൻ അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുന്നത് മൊബിലിറ്റി സെഗ്മെന്റിലുള്ള എല്ലാ മേഖലകളിലേക്ക് അവർ ബൈഫോർക്കേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അതെ അതെ, എനിക്ക് തോന്നുന്നു പുതിയ ഹൈവേ 66 കൂടുതൽ ഉഷാറാകുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായ രീതിയിൽ നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ കൂടുമ്പോൾ ഇത്തരം സാധ്യതകൾ വളരെ മുൻകൂട്ടി അവർ കാണുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു വിദേശത്ത് മിക്ക എല്ലാ കണ്ടെയ്നേഴ്സിലും എല്ലാ വെഹിക്കിൾസും ട്രാക്കിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഇവിടെയും വരട്ടെ. അതെ അതെ, വരട്ടെ. തീർച്ചയായിട്ടും ഒരു റോഡിന്റെ പുരോഗതിയാണ് നാടിന്റെ പുരോഗതി എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ആ കാര്യത്തിൽ സഹായിക്കുന്ന എന്തും വളരെ നല്ലതാണ്. അപ്പോ 11 മുതൽ 20 വരെയുള്ള, അതായത് ബിയോണ്ട് സ്നാക്ക് മുതൽ ഡോക്കർ വിഷൻ വരെയുള്ള 10 പേരുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് 1 മുതൽ 20 വരെയുള്ള എൻട്രി നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് അടുത്ത 10ലേക്ക്, അതായത് 21 മുതൽ 30 വരെ സ്റ്റാർ 100 പട്ടികയിൽ ന്യൂ ഏജ് ഐക്കണിൻ്റെ ഏറ്റവും പുതിയ സീരീസായ അസറ്റ് ഹോംസ് സൂപ്പർ സ്റ്റാർട്ടപ്സിൻ്റെ സ്റ്റാർ 100 പട്ടിക, സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025ൻ്റെ സ്റ്റാർ 100 പട്ടികയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനകത്ത് ആദ്യ 20 പേരുകൾ കണ്ടു കഴിഞ്ഞു. ഇനി 21 മുതൽ 30 വരെയുള്ള പേരുകളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. Docket A, Enterprise Technology. Elind A, Legal Tech Solution. Engage Sport, Communication. Entry App, Education. X-Travel Money, FinTech. Aero Technologies, Marine Robotics. Fabus Frames, Art. Fair First, Travel. FemiSafe India, Personal Care. FinLead Services, FinTech. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് 21 മുതൽ 30 വരെയുള്ള അടുത്ത 10 പേർ. അപ്പൊ അതിലേക്ക് വേഗം പോയി കഴിഞ്ഞാൽ ആദ്യം വന്നിരിക്കുന്ന ഡോക്കറ്റ് എ. ഓക്കെ, ഒരു AI ബേസ്ഡ് ജനറേറ്റർ ആണ്. അത് US ബേസ്ഡ് ആണ്. അതായത് പ്യൂർലി എന്റർപ്രൈസ് ടെക് സാസും അതേപോലെ ടെക്നോളജി സൊല്യൂഷൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. 22ാമത്തേത് എലിൻഡ് എ. എലിൻഡ് എ അപ്പൊ പുതിയൊരു സെഗ്മെന്റ് വീണ്ടും കയറുന്നുണ്ട്. ഹെൽത്ത് എന്റർപ്രൈസിംഗ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു ഓടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മാറി ലീഗലിലേക്ക്. അവിടെ ടെക്നോളജിയുടെ ഒരു സപ്പോർട്ട് അവിടെ ഉണ്ട്. AI ആണ് അവിടെ. ഓക്കെ, ഇതിപ്പം ജഡ്ജ്മെന്റ് ഒക്കെ AI ഒക്കെ പറയുന്ന കാലത്തിലേക്ക് വരുമോ? അങ്ങനെയാണ്. കാരണം കോവിഡിന്റെ സമയത്ത് നമ്മൾ ഓൺലൈൻ, അതായത് വെർച്വൽ കോർട്ടുകൾ ആവശ്യമായി വന്നു. എനിക്ക് തോന്നുന്നു ആ സാധ്യതയിൽ നിന്നൊക്കെ ആയിരിക്കും ഇത്തരം പുതിയ ഇന്നോവേഷൻസ് വരുന്നത്. ഓരോ സാഹചര്യങ്ങളും ഓരോ സ്പേസസ് ക്രിയേറ്റ് ചെയ്യുന്ന. അതെ അതെ. അപ്പൊ ലീഗൽ മേഖലയിൽ നിന്നാണ് എലിൻഡ് AI വന്നിരിക്കുന്നത്. അടുത്ത എൻഗേജ് സ്പോട്ട് എന്നുള്ളതാണ് അടുത്തത്. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആണ്. ഓക്കെ ഓക്കെ. റീസെന്റ്ലി അത് ന്യൂയോർക്ക് ബേസ്ഡ് ഏതൊരു ടെക്സ്റ്റാസ് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയാനുള്ള അവിടെയുള്ള ടെക് സ്റ്റാർട്ടപ്പുകളുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റാർട്ടപ്പാണ്. അപ്പം റിയൽ ഗ്ലോബൽ ആണ്. അതെ, അവരുടെ ആക്സിലേറ്റർ പ്രോഗ്രാമിൽ സെലക്ട് ചെയ്യപ്പെട്ടു. അതാണ് അവരുടെ ഐഡന്റിഫിക്കേഷൻ. ഇതും അപ്പോൾ ഒരു ഇൻഡോ US സംരംഭമാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകര് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വിവരങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുമ്പോൾ കയറി നോക്കി കഴിഞ്ഞാൽ ഏതെല്ലാം മേഖലയിൽ ഒരു സ്റ്റാർട്ടപ്പിന് സ്കോപ്പ് ഇനിയും ഉണ്ട് എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ കിട്ടും. അതെ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. 24 എൻട്രി ആപ്പ്. ആളുകൾക്ക് ഇച്ചിരി കൂടെ സുപരിചിതമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പരസ്യങ്ങളിലും ഏറ്റവും കൂടുതൽ മേഖലകളിലും എഡ്യൂക്കേഷണൽ സെഗ്മെന്റിൽ നിന്നാണ് ഇവർ ബേസിക്കലി വന്നേക്കുന്നത്. അത് എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനുള്ള ലേണിംഗ് സെഗ്മെന്റ്. എനിക്ക് തോന്നുന്നു 10 തുടങ്ങി, +1 +2 തുടങ്ങി, KG സെക്ഷൻ തുടങ്ങി, എല്ലാ മേഖലയിലേക്ക് ഇപ്പോൾ അവർ വരുന്നുണ്ട്. ഇപ്പൊ നീറ്റ് തുടങ്ങി എല്ലാ മേഖലയിലേക്ക് അവർ സ്പ്രെഡ്. അതായത് ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾ ലെവൽ മാത്രമല്ല, അതിന് ബിയോണ്ട് സ്കൂൾ. അവർ നെക്സ്റ്റ് ഫേസിലേക്ക് വന്നിട്ടുണ്ട്. എൻട്രൻസ് തുടങ്ങിയുള്ള എല്ലാ സെഗ്മെന്റ്. അപ്പം ഒരു സ്കൂൾ കോളേജ് തലങ്ങൾക്ക് മുകളിലുള്ളവർക്കും സഹായകമാകുന്ന തരത്തിലാണ് എൻട്രി ആപ്പ് വർക്ക് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ. 25ാമത് വരുന്ന എക്സ്ട്രാവൽ മണിയാണ്. ഫിൻടെക് ആണ്. ഓക്കെ. ബേസിക്കലി അത് നിൽക്കുന്നത് ഒരു ഫോറക്സ് സ്പേസിലാണ്. അതെ, വിദേശ മണി എന്ന 26 ഐറോ ഒരു റോബോട്ടിക് ടെക്നോളജി. ഓക്കെ.
ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ ഒരു സെഗ്മെന്റിൽ ഇതുവരെ ഒരു റോബോട്ടിക് തനി കൂടുതൽ, അതെ, കൂടുതലെല്ലാം AI ഓറിയന്റഡ് ആയിട്ട് പോകുമ്പോൾ ഒരു റോബോട്ടിക്. അതെ, റോബോട്ടിക്സിനകത്തുള്ള അവരുടെ ബേസിക്കലി എന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ ആയിട്ടുള്ള സർവീസിന് വേണ്ടിയുള്ള മൈക്രോ റോബോട്ടുകളെയും അതിന് വേണ്ടി ചെറിയ പ്രൊഡക്റ്റ് ആൻഡ് സൊല്യൂഷനുകളെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ഉണ്ട്, റോബോട്ടിക് ആയിട്ടുള്ള സർവീസസ് ഉണ്ട്. അപ്പോൾ ഇതൊരു അണ്ടർ വാട്ടർ ആ ഒരു മേഖലയിലാണ്, വാട്ടർ റിലേറ്റഡ് ആയിട്ട് കൂടുതൽ വരുന്നത്. ഓക്കെ. അപ്പോൾ 27ാമത് വരുന്നത് ഫാബസ് ഫ്രെയിംസ് ആണ്. ആർട്ട് സെഗ്മെന്റിൽ നിന്നുള്ളൊരു അടുത്ത അതെ. ഓക്കെ. ആർട്ടിൽ ഇവരുടെ ഒരു പെക്യുലാരിറ്റി നമ്മൾ കിട്ടിയിരിക്കുന്ന വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ തരമായ ആർട്ടിസ്റ്റുകളെ ഏകോപിപ്പിച്ച ഒരു സ്ഥലത്ത് കൊണ്ടുവരികയും അവിടെ നിന്ന് ഒരു ക്രിയേറ്റീവ് ഫോമായിട്ട് അവർ, അതായത് ഓൺലൈൻ കളക്റ്റീവ്നെസ്സും അതിന്റെ ക്രിയേറ്റിവിറ്റിയാണ് മെയിൻ ആയിട്ടും ഫാബസ് നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി ഓൺലൈൻ ബിനാനകളൊക്കെ നമ്മൾ കാണേണ്ടി വരും, അടുത്ത മേഖലകൾ ഓരോന്നോരോന്നായിട്ട് വരേണ്ടി വരും. പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ. 28ാമത് വരുന്നത് ഫെയർ ഫസ്റ്റ് ആണ്. 28ാമത് വന്നിരിക്കുന്നത്. അത് ശരിക്കും ഒരു ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയുടെ സഹായത്തോടെ ട്രാവലുകളെ വളരെ ലളിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ bookmy.com, അതായത് booking.com, അതേപോലെ യാത്ര പല സൈറ്റുകളിൽ നിന്ന് AI-യുടെ സഹായത്തോടെ ഏറ്റവും ബെസ്റ്റ് റേറ്റിനെ കണ്ടെത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് മൾട്ടി പ്ലാറ്റ്ഫോമുകളെ ഏകോപിപ്പിക്കുക എന്നുള്ളതായിരിക്കും ബേസിക് ആയിട്ടുള്ള. ഏകോപിപ്പിക്കുക മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ എനിക്കിപ്പം ഇടുക്കിക്ക് ട്രാവൽ പോകുന്നുണ്ട്, ഒരു സ്ഥലത്ത് സ്റ്റേ എടുക്കണമെങ്കിൽ നമ്മൾ റൂം സെർച്ച് ചെയ്യുമ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ റൂം എടുക്കുമായിരുന്നുണ്ട്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. ഈ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ്, ആ ഹോട്ടലിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് തരും. സമാനമായ പല കാര്യങ്ങളും. അതെ, OYO എന്നാണോ booking.com എന്നാണോ അതല്ലെങ്കിൽ യാത്രയിൽ നിന്നാണോ, ഏതാണോ ഏറ്റവും ബെസ്റ്റ്, അതാണ് അവരുടെ ഇന്നോവേഷൻ. ഫെയർ ഫസ്റ്റ് വരുന്നത്. ഇനി 29ാമത് വരുന്നത് ഫെമി സേഫ് ആണ്. ഫെമി സേഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അതൊരു വുമൺ സെഗ്മെന്റ് ആണ്. അത് ഒരു പേഴ്സണൽ കെയർ സെഗ്മെന്റിൽ ബേസിക്കലി വുമൺ നീഡ്സിന് വേണ്ടിയിട്ടുള്ള സ്ത്രീപക്ഷ സ്റ്റാർട്ടപ്പ് ആണ്. അത് വുമൺ അതിനൊരു എടുത്തു പറഞ്ഞിട്ട് ഒരു കാര്യം വെച്ചാൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് 3 crore സീഡ് ഫണ്ടിങ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സീഡ് ഫണ്ടിങ്ങിൽ ഒരു 3 crore ഈ റീസെന്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അതെ, എല്ലാ സെഗ്മെന്റിലും വുമൺ സൈഡിൽ നിന്നുള്ള സെഗ്മെന്റിൽ 3 crore നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. 30ാമത് ഈ 21 മുതൽ 30 വരെയുള്ള സെഗ്മെന്റിൽ അവസാനം എത്തിയിരിക്കുന്നത് ഫിൻലീഡ് ആണ്. ഫിൻലീഡ് അതൊരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് ആണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് ഈ സ്റ്റാർട്ടപ്പിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ സ്റ്റാർട്ടപ്പുകളെ ബിസിനസ്സുകൾക്ക് വേണ്ട മെർജർ അക്വസിഷൻ, കാരണം വെച്ചാൽ മിക്ക സ്റ്റേജുകളിലേക്കും പോകും, മിക്ക കമ്പനികൾ ഒന്നുകിൽ മെർജ് ചെയ്യും അല്ലെങ്കിൽ വേറൊരു വലിയ കമ്പനികൾ അക്വയർ ചെയ്യും, അങ്ങനെ സെഗ്മെന്റ് ആണ്. അപ്പൊ ആ പ്രോസസ്സുകളെ കുറച്ച് ലളിതമാക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജിയുടെ സഹായത്തോടെ ഫിൻലീഡിന്റെ ആക്ടിവിറ്റി. അപ്പോൾ പ്രേക്ഷകർ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞത് 21 മുതൽ 30 വരെയുള്ള പൊസിഷനിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മളിത് പറയുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ 21 മുതൽ 30 പേരുകൾ, അതായത് ന്യൂ ഏജ് ഐക്കണിൻ്റെ പുതിയ സീരീസ് അസറ്റ് ഹോംസ് സൂപ്പർ സ്റ്റാർട്ടപ്പ് 2025-ന്റെ സ്റ്റാർ 100 പട്ടികയിലെ 21 മുതൽ 30ാമത് വരെയുള്ള സ്ഥാനക്കാരെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് 31 മുതൽ 40 വരെയുള്ള ആളുകളെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ പ്രേക്ഷകർ നോക്കുക, 31 മുതൽ 40 വരെയുള്ളത്. Flexi Cloud, Cloud Solutions, Fuselage Innovation, Agriculture Technology, Genesis Labs, IT Hardware, Gen Robotic Innovations, Robotics, Blue Air, Food Processing, Gransa Bio, Life Sciences, Gunam Beauty, Lifestyle, Heal Enterprises, Personal Care, Hex20 Labs India, Space Technology, Hay Farmer Agrotech, Agritech. ഇപ്പോൾ നമ്മൾ 31 മുതൽ 40 വരെയുള്ള പേരുകളാണ് സ്റ്റാർ 100-ലെ 31 മുതൽ 40 വരെയുള്ളവരാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത്. അപ്പോൾ അതിനകത്ത് ആദ്യം വന്നിരിക്കുന്നത് ഫ്ലെക്സി ക്ലൗഡ് ആണ്. ഫ്ലെക്സി ക്ലൗഡ്, അതെ, അതൊരു ക്ലൗഡ് ബേസ്ഡ് ആണ്. അതെ, ക്ലൗഡ് പ്രൊവൈഡർ ആണ്. അത് മറ്റ് SMEകൾക്കും മറ്റ് ബിസിനസ് സപ്പോർട്ട്സിന് വേണ്ട ആളുകൾക്കുള്ള ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ AWS പോലെ തന്നെയുള്ള അവർ കസ്റ്റമൈസ് ചെയ്ത് ക്യൂബിക്കൽസ് ആയിട്ടും മറ്റ് സ്പേസസ് ആയിട്ടും അവർ ക്ലൗഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫ്ലെക്സി ക്ലൗഡ്. അതെ അതെ. അപ്പോൾ 32ാമത് വന്നിരിക്കുന്നത് ഫ്യൂസ്ലേജ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്.
അതൊരു അഗ്രിടെക് സ്റ്റാർട്ടപ്പ് ആണ് ശരിക്കും പേര് വളരെ ഫ്യൂച്ചറേജ് എന്ന് പറയുന്ന ഒരു രസകരമായ പേരാണ്. അതെ, സ്റ്റാർട്ടപ്പ് അഗ്രികൾച്ചർ സെഗ്മെന്റിലേക്ക് വേണ്ട കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസും മറ്റ് എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള സപ്പോർട്ട് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോബ്സ് 30 കാറ്റഗറിയിൽ വന്നേക്കുന്ന സ്റ്റാർട്ടപ്പ്. ശ്രദ്ധേയമായ ഒന്നാണ്. അതെ, 30 ഫൗണ്ടർ 30 അദ്ദേഹം ആഗോളതലത്തിൽ അഗ്രികൾച്ചറൽ മേഖലയ്ക്ക് അഗ്രി മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലം കൂടിയാണ്. ഉറപ്പായിട്ടും. അപ്പോൾ അതിന് ഇന്ത്യക്ക് വളരെ സമൂലമായ അല്ലെങ്കിൽ സ്ഥായിയായ ഒരു പിന്തുണ നൽകാൻ കഴിയുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിൽ അഗ്രി മേഖലയിൽ നിന്ന് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ എന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുള്ളതാണ്. യെസ്. 33-ാമത് ജനേസിസ് ലാബ്സ്. സോഫ്റ്റ്വെയർ അല്ല, ഹാർഡ്വെയർ ആണ്. ഇത് ഹാർഡ്വെയർ റിലേറ്റഡ് ആണ്. അതെ, അവര് എയുടെയും മറ്റ് ഡിസൈനിങ് സഹായത്തോടുകൂടി വർക്ക് സ്റ്റേഷൻ പോലെ തന്നെ അവർക്ക് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള വർക്ക് സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഹാർഡ്വെയർ ഏരിയ ആണ്. ഓക്കെ. 34-ാമത് ജെൻ റോബോട്ടിക് ഇന്നോവേഷൻസ് ആണ്. പ്രേക്ഷകർക്ക് വളരെയധികം പരിചയമുള്ള ഒന്നായിരിക്കും ജെൻ റോബോട്ടിക്സ്. നമ്മൾ മുമ്പ് ഒരെണ്ണം കണ്ടു, ഇപ്പൊ രണ്ടാമതാണ് റോബോട്ടിക് സെഗ്മെന്റ് തനിയെ വരുന്നത്. ഓക്കെ, പ്രൊമോട്ട് ചെയ്യുന്നത്. അതെ, അവർക്ക് കുറച്ച് അൺസേഫ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ തോന്നുന്നു. അവര് കൂടുതൽ പരിചയം പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മാൻഹോൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന റോബോട്ടിക് ഡിവൈസ്. നമ്മുടെ ഇവിടെയുള്ള എല്ലാ മിക്ക വാർത്തകളും വന്നപ്പോഴും ഏറ്റവും എടുത്തു അതുകൊണ്ടാണ് ജെൻ റോബോട്ടിക്സ് ഒരുപക്ഷെ എവിടെ ജീവിതത്തിന് റിസ്ക് വരും. നമ്മുടെ മുമ്പത്തെ ഏതോ സീരീസിലും ജെൻ റോബോട്ടിക്സ് വന്നിട്ടുണ്ട്. ഐക്കൺ സീരീസിൽ തന്നെ അതിന് മുമ്പത്തെ സീരീസ് ട്രെൻഡ് സെറ്റേഴ്സിൽ 2024-ലും ജെൻ റോബോട്ടിക്സ് ആ സമയത്തായിരുന്നു അവർ മറ്റേ മാൻഹോൾ ക്ലീനിങ്ങിന്റെ ഒരു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ നമ്മളുടെ മുൻ സീരീസിലും വന്നിട്ടുള്ള പേര് തന്നെയാണ് വീണ്ടും ചില പേരുകൾ വീണ്ടും വന്നിരിക്കുന്നത്. 35-ാമത് വന്നിരിക്കുന്നത് ഗ്ലൂവേ. ഗ്ലൂവേ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഇതുപോലെ തന്നെ അതെ, ഒരു സ്നാക്സ് എന്ന കാറ്റഗറിയിൽ വീണ്ടും ഒരു കേരള സ്റ്റാർട്ടപ്പ്. നമ്മൾ രണ്ടാമത് കണ്ട സ്നാക്ക് എന്ന് പറയുന്ന പോലെ വീണ്ടും നമ്മളൊരു സ്നാക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള വേഫേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ 35-ാമത് വന്നിരിക്കുന്ന ഒരു ഫുഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ടപ്പാണ്. 36-ാമത് വന്നിരിക്കുന്നത് ഗ്രാൻസ ബയോ എന്ന കമ്പനിയാണ്, സ്റ്റാർട്ടപ്പാണ് 36-ാമത് വന്നിരിക്കുന്നത്. അതെ, അതൊരു ലൈഫ് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. അത് ടെക്നോളജിയുടെ സഹായത്തോടെ തന്നെ നമുക്ക് വേണ്ട ഒരു ഡെലിവറി പ്ലാറ്റ്ഫോം, തിയററ്റിക് കാർഗോ ആക്ടിവിറ്റീസ് ഉള്ള സാധനങ്ങളാണ്. ഓക്കെ. അപ്പോൾ ലൈഫ് സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ് ഗ്രാൻസ ബയോ. 37-ാമത് വന്നിരിക്കുന്നത് ഗുണം ബ്യൂട്ടി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് മലയാളം പേര് തന്നെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു അല്ലെ? ഗുണമുള്ള ലൈഫ് സ്റ്റൈലാണ്. ഓക്കെ, അപ്പൊ സൗന്ദര്യവർദ്ധക മേഖലയിൽ ഒരു അതാണ് ഗുണം. ഓക്കെ, ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റിൽ നിന്ന് ആദ്യത്തെ ഇപ്പൊ പറഞ്ഞതിൽ രണ്ടാമതായിരിക്കും. 38-ാമത് വന്നിരിക്കുന്നത് ഹീൽ എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അഗെയിൻ അതൊരു എന്താ പറയാ, ഇതുവരെ കണ്ട അതെ ചെയ്തിരുന്നു. അതെ. അപ്പൊ ഹീല് മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മഞ്ഞപ്പടയ്ക്കൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ഒന്നാണ് ഹീല്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ ഒരു മേഖലയിൽ നിന്നാണ്. 39 ഹെക്സ് 20 ലാബ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അത് ഈ ഇടയ്ക്ക് ഈ പേര് ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ വന്നതാണ്. സ്പേസിലേക്കാണ്. അപ്പോൾ സ്പേസ് ടെക്കിൽ നിന്നുള്ള ആദ്യത്തെ എൻട്രിയാണ് ഈ ഒരു സ്റ്റാർ 100 പട്ടികയിൽ സ്പേസ് ടെക്നോളജി. ഇപ്പം മലയാളികള് ഇവിടെ മാത്രമല്ല, അതെ അങ്ങ് ബഹിരാകാശത്തോ അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജിയിലും ഞങ്ങൾ കൊണ്ട് പിടി എന്നുള്ളതാണ്. അതെ. എനിക്കൊന്ന് ഇവര് നമുക്ക് ISRO തുടങ്ങി മറ്റ് പ്രൊവൈഡേഴ്സിന് ഉൾപ്പെടെ പല സ്പെസിഫിക് സൊല്യൂഷനും എക്യുപ്മെന്റ്സും എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ അവരുടെ പേര് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ അവർ റീസെന്റ് ആയിട്ട് നടത്തിയ ചില കോൺട്രിബ്യൂഷൻസിന്റെ പേരിലാണ്. അപ്പൊ അത് പ്രേക്ഷകർക്ക് അറിയാം. 40-ാമത്, അതായത് നമ്മളുടെ സ്റ്റാർ 100 പട്ടികയിൽ 100 പേരുടെ പട്ടികയിൽ ഇപ്പോൾ 40-ാമത് വന്നിരിക്കുന്നത് ഹേ ഫാമർ അഗ്രോടെക് പ്രൈവറ്റ് ലിമിറ്റഡ്.
അതെ, അതൊരു അഗ്രിടെക് സ്റ്റാർട്ടപ്പ് ആണ് ശരിക്കും. എനിക്ക് തോന്നുന്നു ഇത്തവണ അഗ്രികൾച്ചർ മേഖലയിൽ കുറച്ചധികം ഫോക്കസ് ഉണ്ടല്ലേ? പറഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതലും വന്നേക്കുന്ന അഗ്രിടെക് ആണെന്ന് നമുക്ക് തോന്നുന്നു. ഇതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അർബൻ ഏരിയയിലുള്ള അഗ്രികൾച്ചറിനെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടെക്നോളജി ഓറിയന്റഡ് ക്ലൗഡ് സൊല്യൂഷന്റെ സപ്പോർട്ട്, ക്ലൗഡ് ആയിട്ട് കണക്ട് ചെയ്യപ്പെടുക, അങ്ങനെയുള്ള അർബൻ അഗ്രികൾച്ചറിനെ ഡെവലപ്പ് സാധാരണഗതിയിൽ അഗ്രികൾച്ചർ ഫാമിംഗ് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെ ഒന്നുകൂടെ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി യൂട്ടിലൈസ് ചെയ്ത് ഓക്കെ ഓക്കെ ലെസർ മാൻ പവർ അല്ലെങ്കിൽ മാൻ പവർ കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ. അതെ. അപ്പൊ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, സാധാരണ അഗ്രി ടെക് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ മേഖലയിലാണെങ്കിൽ അർബൻ മേഖലയിൽ പൊതുവെ ആളുകൾ അത്ര ഫോക്കസ്ഡ് അല്ലാത്ത ഒരു ഏരിയയിൽ എ റിലേറ്റഡ് ആയിട്ട് അതിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഹെയർ ഫാർമർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ പ്രേക്ഷകർ ഇതുവരെ കണ്ടത് സ്റ്റാർ 100 പട്ടികയിലെ 31 മുതൽ 40 വരെയുള്ള 10 എൻട്രികളാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ 40 വരെ കണ്ടു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 41 മുതൽ 50 വരെയുള്ള ആ പേരുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് കാണാം. Flexi Cloud, Cloud Solutions, iBoson Innovations, Software, Ignito Technologies, Enterprise Solutions, iHub Robotics, Indot Technologies, Hardware, Interval Learning, Education, Jacobi Chocolatier, Food Processing, JunkBot Robotics, Kirana Pro Software, E-commerce, Linux AI, Healthcare. അപ്പോൾ നമ്മൾ വീണ്ടും 41 മുതൽ 50 വരെയുള്ളവരെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം, കാരണം ഇത് നമുക്ക് 100 വരെ പോകേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് 41ാമത് വന്നിരിക്കുന്ന ഐകോർ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പാണ്. ഐകോർ സോഫ്റ്റ്വെയർ സെഗ്മെന്റ് ആണ്, കുറച്ചും കൂടെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആണ്. GPS ട്രാക്കിംഗ് സിസ്റ്റം, വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം ആണ്. എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മൾ ഒരെണ്ണം ഇതുപോലെ ട്രക്കുകൾ ഇത് GPS ജനറിക് GPS ആണ്. ഓക്കെ. 42 വന്നിരിക്കുന്ന iBoson ഇന്നോവേഷൻ ആണ്. അതെ, അതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. കാറ്റഗറി വരുന്ന സെക്ടർ വരുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ പ്രത്യേകത വെച്ചാൽ കോഡിങ്ങിന്റെ സഹായം ഇല്ലാതെ നമുക്ക് ആ സൊല്യൂഷൻസും സോഫ്റ്റ്വെയർസും ബിൽഡ് ചെയ്യുക എന്നൊരു കാറ്റഗറിയിലാണ്. ഓക്കെ, കോഡിങ്ങിന്റെ സഹായം ഇല്ലാത്ത സാസ് ടൂൾസ് ആണ് അതിനകത്ത്. അത് ഓഗ്മെന്റ് റിയാലിറ്റിയുടെ സഹായത്തോടെ ഓരോ പ്രൊഡക്റ്റുകളെ നമുക്ക് അനലൈസ് ചെയ്യാം, ഓരോ പ്രൊഡക്റ്റിനകത്തും ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആളുകൾക്ക് കൊടുക്കാം, കുറച്ചുകൂടെ കസ്റ്റമറിലേക്ക് സിങ്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. ശരി. അടുത്തത് 43ാമത് വന്നിരിക്കുന്നത് ഇഗ്നിത്തോ. പേര് ഒരു ലാറ്റിൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ നെയിം പോലെ തോന്നുന്ന ഒന്നാണ്. ഓക്കെ. അതൊരു സെർച്ച് എഞ്ചിൻ ആണ്. ഒരു എന്റർപ്രൈസിംഗ് സൊല്യൂഷൻ സെഗ്മെന്റിൽ വരുന്നു. ഒരു AI ഡ്രിവൻ സെർച്ച് എഞ്ചിൻ ആണ്. ഇൻഡോ മലയാളി ഡിജിറ്റൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ എഞ്ചിനീയറിംഗിന്റെ സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നൊരു കാറ്റഗറിയിലാണ്. ഇൻഡോ US സംരംഭങ്ങൾ പലതായി. വലിയ ഓൾമോസ്റ്റ് ഈക്വൽ, ഇന്ത്യക്കാരാണ് മൊത്തം ഉള്ളത്. ഓക്കെ. അപ്പോൾ 43ാമത് വന്നിരിക്കുന്നത് ഇഗ്നിത്തോയാണ്. 44ാമത് iHub റോബോട്ടിക്സ്, അഗൈൻ റോബോട്ടിക്സ് അല്ലേ? അടുത്ത റോബോട്ടിക് സെഗ്മെന്റിൽ വന്നിരിക്കുന്നതാണ്. അതൊരു കുറച്ചും കൂടെ ഇന്റഗ്രേറ്റ് ഹ്യൂമൻ എൻവോൺമെന്റിലെയും അവർ കുറച്ചുള്ള കോംപ്ലക്സ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമായിട്ട് വന്നിരിക്കുന്ന റോബോട്ടിക്സ് അതാണ്. അപ്പോൾ iHub റോബോട്ടിക്സ് വന്നു. 45ാമത് ഇൻടോട്ട് എന്താണ്? ഹാർഡ്വെയർ ആണ്. കാറ്റഗറി ഹാർഡ്വെയർ കാറ്റഗറിയിലാണ് ആളുകളുടെ സജഷൻസ് കൂടുതൽ വന്നിരിക്കുന്നത്. ഒരു ടെക്നോളജി സൊല്യൂഷൻസ് ഉണ്ട്, കൂടുതലും ഡിജിറ്റൽ ഓഡിയോ ടെക്നിക്കൽ സപ്പോർട്ട് സർവീസസ് ആണ് മീഡിയ റിലേറ്റഡ് ആണോ? ഡിജിറ്റൽ മീഡിയ ഉണ്ട്, അതേപോലെ ഡിജിറ്റൽ അതിനകത്ത് ഓഡിയോ ആണ് അവരുടെ സ്പെസിഫിക് കാറ്റഗറി. റേഡിയോയുടെ ട്യൂണിങ്, റേഡിയോ സബ് പ്രൊഡക്ട്സ്, ഓട്ടോമൊബൈൽ സെഗ്മെന്റിലൊക്കെ ഒത്തിരി അവരുടെ പ്രൊഡക്ട്സ് പോകുന്നതായിട്ടാണ് സൈറ്റുകളിൽ പറഞ്ഞത്. ഓക്കെ. നമ്മുടെ കാറുകളുടെയോ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്, മനസ്സിലാവുന്നതാണ്. ഓക്കെ. 46ാമത് വരുന്നത് ഇന്റർവെൽ. ഇത് എഡ്യൂക്കേഷൻ ആണ്. കുറച്ചു മുമ്പ് നമ്മൾ എൻട്രി പറഞ്ഞു, ഇപ്പൊ ഇന്റർവെല്ലായി. ഓക്കെ, എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ എന്റെ ഒരു പ്രത്യേകം നിലവിൽ ഇപ്പൊ തന്നെ ഓൾറെഡി 30,000 ആളുകൾ ഓൾറെഡി അതിനകത്ത് എൻറോൾമെന്റ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. സ്റ്റാർട്ടപ്പ് അല്ല, പക്ഷെ എന്നാലും പ്ലസ് എൻറോൾമെന്റ്സ് വന്നിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ.
47ാമത് വരുന്നത് ജക്കോബി ചോക്ലേറ്റിയർ. ഫുഡിന്റെ സെഗ്മെന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഇത് കഴിഞ്ഞ സെഗ്മെന്റിലും ഉണ്ടായിരുന്നു ഫുഡിന്റെ. ഓക്കെ. ഇതിനകത്ത് ഒരു ഫുഡ് പ്രോസസിംഗ് സംഭവമാണ്. ചോക്ലേറ്റ്സ് ആണ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റ്സ് ആണ്. ഓക്കെ. 48ാമത് വരുന്നത് ജങ്ക് ബോട്ട് റോബോട്ടിക്സ്. വീണ്ടും റോബോട്ടിക്സ് ആണ് അല്ലേ? അതെ. അത് സ്റ്റെം റോബോട്ടിക്സിന്റെ കാറ്റഗറിയിലാണ് വന്നെ. ഇതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ട് ഹ്യൂമൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ടിക് കാറ്റഗറിയിൽ അവരുടെ സർവീസസും അതേപോലെ പർട്ടിക്കുലർ സ്പെസിഫിക് റോബോട്ട് സെഗ്മെന്റ് തന്നെ അതിനുണ്ട്. ഓക്കെ. നമ്മൾ 49ാമത്തേത് കിരാന പ്രോ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ്. കിരാന പ്രോ ആണ്, ഇ കൊമേഴ്സ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ കിരാന സ്റ്റോറുകളും കാര്യങ്ങളും കണക്ട് ചെയ്യുന്നതായിരിക്കും. സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. ഒരു ആപ്പ് ബേസ്ഡ് ആണ്. അപ്പം മൾട്ടിപ്പിൾ കിരാന സ്റ്റോറുകളെ കണക്ട് ചെയ്തിട്ട് ആളുകൾക്ക് കൂടുതൽ സഹായം കിട്ടുന്ന രീതിയിലായിരിക്കും. വോയിസ് ഉപയോഗിച്ച് വരെ അവർക്ക് ആളുകൾക്ക് വോയിസ് ആക്റ്റീവ് ടെക്നോളജി ബേസ്ഡ് ആണ്. വോയിസ് ആക്റ്റീവ് ആണ്. അടുത്ത ജനറേഷനിലേക്ക് കയറി എന്ന് പറയേണ്ടി വരും. നമ്മൾ ഈ 41 മുതൽ 50 വരെ, അതായത് നമ്മൾ സ്റ്റാർ 100 പട്ടികയിലെ 50ാമത്തെ എൻട്രി, 100ന്റെ 50ാമത്തെ എൻട്രിയിലേക്ക് എത്തുകയാണ്. അത് ലാനെക് എ ഹെൽത്ത് കെയർ ആണ്. എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഡിവൈസസ് ആണ്. ഓക്കെ. UK ബേസ്ഡ് ആണ്. എയുടെ സഹായത്തോടുള്ള ഹെൽത്ത് കെയർ സെഗ്മെന്റിലേക്ക് കൊണ്ട് എനിക്ക് UK ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ നാളുകളിലൊക്കെ ഉള്ളത് ഹെൽത്ത് കെയറിലാണ്. അതേപോലെ തന്നെ ഹോം കെയറിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിലേക്ക് വേണ്ട ഡിവൈസസുകൾ ഒന്നാണ് ലാനെക് എ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ അസറ്റ് ഹോംസ് ഒരുക്കുന്ന ന്യൂ ഏജ് ഐക്കന്റെ പുതിയ സീരീസ്, അതായത് സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025ന്റെ സ്റ്റാർ 100 പട്ടിക, ആദ്യ 100 പേരുകാരുടെ പട്ടിക അവതരിപ്പിക്കുകയാണ്. അതിൽ 1 മുതൽ 50 വരെയുള്ള പേരുകളാണ് ഇതുവരെ നമ്മൾ കണ്ടത്. അടുത്ത 10 പേർ, അതായത് 51 മുതൽ 60 വരെയുള്ളവരെ നമുക്കിപ്പോൾ ആരാണെന്ന് വളരെ പെട്ടെന്ന് നോക്കാം. Laos developers, real estate. Let's go for a camp. Offbeat travel. Lumen World. Augmented reality. Mila AI. Gen Artificial Intelligence. Milk Cream India. Food processing. Mist.io. Climate FinTech, Molecules Biolab, Life Science, Mycorrhiza, Food Tech, Nata Nutrico, Food Processing, Natya Learning, Art. ഓക്കെ. 51 മുതൽ 60 വരെയുള്ള പേരുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം വന്നിരിക്കുന്നത് ലാവോസ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതൊരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള സ്റ്റാർട്ടപ്പ് ആണ്. ഓക്കെ. അത് ഇൻഡോ, നമ്മൾ ഇത്ര നേരം കണ്ടിരുന്നത് ഇൻഡോ അമേരിക്കൻ ആണ്. ഒരു ഇൻഡോ UK ആണ്. ഓക്കെ. ഇന്ത്യ UK എന്ന് പറയുമ്പോഴത്തേനും അത് UK യിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയിൽ നിന്നുള്ള ഓണ്ടർപ്രണേഴ്സുമാണ്. അതായത് CET നിന്നുള്ള നമ്മുടെ CET കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസ് തുടങ്ങിയ ഓണ്ടർപ്രണർഷിപ്പ് ആണ്. അതാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ലാവോസ് ഡെവലപ്പേഴ്സ് ആണ് 59ാമത്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നാണ്. ഇനി 52ാമത് വന്നിരിക്കുന്നത് ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് ആണ്. അതൊരു ട്രാവൽ എന്റർടൈൻമെന്റ് സെഗ്മെന്റിലുള്ളതാണ്. ക്യാമ്പിംഗ് ആണ് അവരുടെ. എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മുടെ ഏതോ ഒരു തന്നെ ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് വന്നിട്ടുണ്ട്. അതെ. ക്യാമ്പിംഗ് സെഗ്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ്. ഓക്കെ. 53ാമത് വന്നിരിക്കുന്നത് ലൂമൻ വേൾഡ് ആണ്. ലൂമൻ വേൾഡ്, അതായത് നമുക്കത് AR സെഗ്മെന്റിൽ നിന്നാണ്, ഓഗ്മെന്റഡ് റിയാലിറ്റി സെഗ്മെന്റിൽ നിന്നാണ്. അത് ടെക്നിക്കലി തന്നെയാണ് കാറ്റഗറി ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ്. ഓക്കെ. അപ്പം AR സെഗ്മെന്റ്, വെർച്വൽ റിയാലിറ്റി എല്ലാം വളരെ സജീവമാകുന്ന ഒരു കാലഘട്ടത്തിൽ ആ മേഖലയിൽ കുറച്ചധികം എൻട്രീസ് നമുക്ക് വരുന്നുണ്ട്. അടുത്തത് 54ാമത് വന്നിരിക്കുന്നത് മില. മില ഏതാണ് സെഗ്മെന്റ്? ഏതാണ് മില? ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെഗ്മെന്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ എക്സ്പീരിയൻസ്, ഓൺലൈൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക്
കയറ്റാൻ വേണ്ടിയിട്ട് എയുടെ സഹായത്തോട് സജഷൻസ്, അതേപോലെ പർച്ചേസിനെ അപ്പൊ സപ്പോർട്ട് ജനറേറ്റീവ് ആണ്. ജനറേറ്റീവ് ഓക്കെ. അപ്പൊ ഇന്ന് ഈ ഇന്നത്തെ യുഗത്തിലെല്ലാം വളരെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ ആളുകളുടെ പർച്ചേസ് നേച്ചറിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു AI പ്ലാറ്റ്ഫോമാണ് മില എന്ന് പറയാം അല്ലെ. 55ാമത് വന്നിരിക്കുന്നത് മിൽക്ക് ക്രീം ഇന്ത്യയാണ്. മിൽക്ക് ക്രീം ഇന്ത്യ അതൊരു ഫുഡ് പ്രോസസിംഗ് സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. നമുക്ക് പരിചിതമായ ക്രീംബെറി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഓക്കെ. അപ്പൊ അവർ യോഗട്ട് സെഗ്മെന്റ് ആണ് അവരുടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ളത്. യോഗട്ടും മറ്റ് മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ടല്ലേ. പക്ഷേ യോഗട്ടാണ് ഏറ്റവും കൂടുതൽ അവർ വരുന്നത്, ഫോക്കസ് ചെയ്തത്. എനിക്കൊന്ന് സജഷനിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മാർക്ക് ചെയ്യപ്പെട്ടേക്കുന്ന യോഗട്ടാണ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം 56ാമത് നമുക്ക് വരുന്നത് മിസ്റ്റിയോ. അതെ, അതും ഒരു ഫിൻടെക് എന്ന് പറയാം, പക്ഷെ അതൊരു ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിൻടെക് ആണ്. അതെ, പുതിയൊരു പേര് വേണേ കണ്ടതിന് ക്ലൈമറ്റ് ഉണ്ട്, ഫിൻടെക് ഉണ്ട്, ക്ലൈമറ്റ് ഫിൻടെക്. അതെ, ക്ലൈമറ്റ് ഫിൻടെക്. അതെ, അത് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അത് ഗവൺമെന്റ് സെഗ്മെന്റിലും അതുപോലെ കോർപ്പറേറ്റ് സെഗ്മെന്റിലും പ്രൈവറ്റ് എന്റർപ്രൈസസ് സെഗ്മെന്റിലേക്കുള്ള കമ്പനികൾക്ക് ക്ലൈമറ്റിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ അവരുടെ ഫിനാൻഷ്യൽ എക്സ്പെൻസിനെ ബാധിക്കുന്നു എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നു, ഒപ്പം അതിനുവേണ്ട സജഷൻസുകൾ കൊടുക്കുന്നു. അപ്പോൾ ഇത് അധികവും ഓർഗനൈസേഷൻസിനാണ്, ഇൻഡിവിജ്വലിനെക്കാട്ടും ഓർഗനൈസേഷൻസിന്. അതാണ് മിസ്റ്റിയോ. ഓക്കെ. 57ാമത് മോളിക്യൂൾസ് ബയോലാബ്. മോളിക്യൂൾസ് ബയോലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് 57ാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സയൻസ് കാറ്റഗറിയിലാണ് വന്നേക്കുന്നത്. ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് കാറ്റഗറിയിലാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ചില മോളിക്കുലർ ബയോടെക്നോളജീസ് ആയതുകൊണ്ട് മൈക്രോ ലെവലിലുള്ള ചേഞ്ചസുകൾ, സപ്ലിമെന്റ്സ്, നമ്മുടെ മരുന്ന് തുടങ്ങി മറ്റ് സപ്ലിമെന്റ്സ് തുടങ്ങി ഇന്നോവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ വരുന്നത്. മോളിക്യൂൾസ് ബയോലാബ് ആണ് 57ാമത് വന്നത്. ഇനി നമ്മൾ 58ാമത് പോകുന്നത് മൈക്കൊറേന. വീണ്ടും. അപ്പൊ ഇത്തവണ ഫുഡ് ടെക്കുകൾ ഇഷ്ടംപോലെയാണ്. ഓ, അപ്പൊ ഇത്ര നാളും നമ്മൾ ഇൻഡോ UK ആയിരുന്നു, ഇപ്പൊ ഇൻഡോ സ്വീഡൻ ആണ്. ഓക്കെ. അപ്പൊ അവിടുത്തെ ഒരു ലീഡിംഗ് ഫുഡ് ടെക് കമ്പനീസിൽ ഒന്നാണ്. അത് അവരുടെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് അതൊരു ഡെവലപ്സ് ഇന്നോവേറ്റീവ് ഫംഗി ടെക്നോളജീസ് ടു പ്രൊവൈഡ് നെക്സ്റ്റ് ജനറേഷൻ ഫുഡ് ഇൻഗ്രീഡിയൻസ്. ഓക്കെ. അപ്പോൾ ഫുഡ് ഇൻഗ്രീഡിയന്റ് അതിൽ വളരെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത വരുന്ന രീതിയിൽ സ്പെസിഫിക് ആകുന്ന ഒരു കാഴ്ചപ്പാടിന്. അപ്പോൾ ഫുഡ് ടെക്കിൽ വളരെ മുന്നേറ്റം നടത്തുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് മൈക്കൊറേന. 59ാമത് നാറ്റ ന്യൂട്രിക്കോ. അതും അടുത്തതും ഫുഡാണ്. എല്ലാം എനിക്കൊന്ന് ഈ സീക്വൻസിൽ ഏറ്റവും കൂടുതൽ ഫുഡ്. അത് മനു, അത് വലിയൊരു മാറ്റമാണ്, കാതലായ മാറ്റമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇനീഷ്യൽ ലെവലിലൊക്കെ ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് മുഴുവൻ IT സെഗ്മെന്റ് ആയിരുന്നു. അതിൽ നിന്ന് IT എനേബിൾഡ് ആയിട്ടുള്ള അതർ സെഗ്മെന്റുകളിലേക്കുള്ള കാതലായ ഒരു മാറ്റം. അത് ഫുഡിലൊക്കെ ആളുകൾ ശരിക്കും നമ്മളുടെ നാടിനെ വളരെ എൻട്രി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തിങ്കിങ്. ഇവിടെ ഇത്തിരി കൂടെ ഒരു പ്രസക്തി ഉള്ളത് വെച്ചാൽ നമ്മുടെ നാളികേരം, നമ്മുടെ കോക്കനട്ടും കോക്കനട്ട് വാട്ടറും ആണ് ഇതിന്റെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഈ പർട്ടിക്കുലർ സ്റ്റാർട്ടപ്പ് തേങ്ങയും തേങ്ങാവെള്ളമാണ്. തേങ്ങയും തേങ്ങാവെള്ളമാണ് ഈ കേരളം എന്ന പേരിന് കാരണമായ കേരം. സത്യത്തിൽ കേര കർഷകർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം സ്റ്റാർട്ടപ്പുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 60ാമത്, അതായത് 51 മുതൽ 60 വരെയുള്ള ഈ ലിസ്റ്റിൽ 60ാമത് വന്നിരിക്കുന്നത് നാട്യ ലേണിംഗ് ആണ്. നാട്യ ലേണിംഗ് അതൊരു ആർട്ട് സെഗ്മെന്റ് അത് നമ്മൾക്ക് ഒരു വെർച്വൽ ട്യൂട്ടറെ വെച്ചിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഈ നാട്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈനും ഉണ്ട്. ചുരുക്കം പറഞ്ഞ ഒരു ആർട്ടും ഉണ്ട്, ഒരു എഡ്യൂക്കേഷൻ ലെവൽ ഉണ്ട്. ആർട്ട് ലേണിംഗ് ആണ്. ഇത് ലേണിംഗ് ആപ്പാണ്. ഓൺലൈൻ ലേണിംഗും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 51 മുതൽ 60 വരെയുള്ള സെഗ്മെന്റിൽ ലാവോസ് മുതൽ നാട്യ ലേണിംഗ് വരെയുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് 61 മുതൽ 70 വരെയുള്ള ആ ഒരു പേരുകളിൽ, അപ്പോൾ ന്യൂ ഏജ് ഐക്കണിൻ്റെ പുതിയ സീരീസ് അസറ്റ് ഹോംസ് സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025 സ്റ്റാർ 100 പട്ടികയിൽ 61 മുതൽ 70 വരെ സ്ഥാനത്തുള്ളത് ആരാണെന്ന് നോക്കാം. Nava Design and Innovation, Agritech, The News Minute, Media,
No Frills AI, Artificial Intelligence, #1 Academy, Education, Openware, Hardware, PaySac, FinTech, Philsby, Pharmaceutical, Pin Micro, Enterprise Solutions, Plant Shop, Agriculture, Play Sports, Sports. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് 61 മുതൽ 70 വരെയുള്ള വീണ്ടും നമ്മൾ ഇതുവരെയുള്ള 50-60 കണ്ടത് 60 എണ്ണം കണ്ടതിലും ആ ഒരു സമഗ്രമായ ഒരു ലിസ്റ്റാണ് വരുന്നത്. ടെക്നോളജി മാറി പല മേഖലകൾ വരുന്നു. പ്രത്യേകിച്ചും അഗ്രികൾച്ചർ മേഖലയിലൊക്കെ വലിയ പ്രാതിനിധ്യമാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പെട്ട ഒന്നാണ് 61ാമത്തേത് അല്ലേ? നവ ഡിസൈൻ ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതൊരു അഗ്രിടെക് സ്റ്റാർട്ടപ്പ് ആണ്. എഐയും റോബോട്ടിക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് അഗ്രികൾച്ചർ സെക്ടറിനെ കുറച്ചും കൂടി എംപവർ ചെയ്യാനാണ് അവരുടെ ബേസിക്കലി. അത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അവർ നാഷണൽ സ്റ്റാർട്ടപ്സ് അവാർഡിന്റെ 2000 നാഷണൽ സ്റ്റാർട്ടപ്സ് അവാർഡ്സിന്റെ വിന്നറാണ്. ഓൾ ഇന്ത്യ ലെവലിലുള്ള വിന്നറാണ്. അപ്പം അല്പം കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. അഗ്രിടെക്കിൽ കേരളത്തിന്റെ ഒരു ഐഡന്റിറ്റി പതിപ്പിച്ച സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. ഇപ്പൊ ഇതില് ആരാണ് പ്രേക്ഷകർ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന തരത്തിൽ ഇതുവരെ വന്നതെല്ലാം ഓരോ സെഗ്മെന്റിലും ഓരോ മേഖലയിലും ഒന്നിനൊന്നിനും മികച്ചു നിൽക്കുന്നവരാണ്. പ്രേക്ഷകരുടെ വിജയത്തിന് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ 62ാമത് വന്നിരിക്കുന്നത് ന്യൂസ് മിനിറ്റ്. അതൊരു ന്യൂസ് ബേസിക്കലി മീഡിയ ആണ്. ന്യൂസ് മീഡിയമാണ്. അതൊരു ഓൺലൈൻ ബേസ്ഡ് ആണ്. പക്ഷെ അവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യ ഫുൾ അവർക്ക് പാൻ ഇന്ത്യൻ പ്രസൻസ് ഉണ്ട്. സൗത്ത് ഇന്ത്യയും പാൻ ഇന്ത്യയും അവർക്ക് പ്രസൻസ് ഉണ്ട്. പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ ന്യൂസ് മിനിറ്റ് ഒരു മീഡിയ സ്റ്റാർട്ടപ്പാണ്. 63ാമത് വന്നത് നോ ഫ്രിൽസ് AI ആണ്. നെഫ്ലിസ് AI ശരിക്കും പറഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാറ്റഗറിയിലാണ് ശരിക്കും പറഞ്ഞാൽ സെക്ടർ വരുന്നത്. അത് ബേസിക്കലി സെർച്ച് എഞ്ചിൻ മോഡൽ ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ഇംഗ്ലീഷും ചില റീജിയണൽ ലാംഗ്വേജുകളുടെ സപ്പോർട്ടോടുകൂടി ആളുകൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാവും. ലോക്കൽ ലാംഗ്വേജസ് ഉണ്ട്. സെർച്ച് എഞ്ചിനാണ് പാറ്റേൺ റിയൽ ടൈം ആയിട്ടുള്ള സാധനങ്ങൾ ആക്യുറസി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസൈറ്റ്സും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നോ ഫ്രിൽസ് കഴിഞ്ഞാൽ നമ്മൾ 64ാമത്തെ എൻട്രി ആയിട്ട് വരുന്നത് #1 അക്കാദമിയാണ്. #1 അക്കാദമി അടുത്തൊരു എഡ്യൂക്കേഷൻ ആണ്. എടെക് ആണ്. നമ്മള് രണ്ടെണ്ണം എൻട്രിയും ഇന്റർവ്യൂലും കഴിഞ്ഞ് നമ്പർ 1 ആയി. ഓക്കെ. അപ്പൊ എടെക്കും അതും പ്രത്യേകം SMEകൾക്കാണ് കൂടുതൽ, സ്മോൾ മീഡിയം ബിസിനസ് SMEകൾക്കാണ് കൂടുതലും അവർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. ഓൺലൈനാണ് കൂടുതലും. ഓക്കെ. അപ്പോൾ 64ാമത് വന്നത് #1 അക്കാദമി ആണെങ്കിൽ 65ാമത് ഓപ്പൺ വയർ. അതൊരു ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ സെഗ്മെന്റ് ആണ് ഓപ്പൺ വയർ വരുന്നത്. അഗൈൻ അതൊരു ഇൻഡോ അമേരിക്കൻ ആണ്. കേരളൈറ്റ് ആയിട്ടുള്ള ഒരാള് ഇൻഡോ അമേരിക്കൻസും തുടങ്ങി മിനി പീസ് തുടങ്ങി ചെറിയ സിസ്റ്റംസ് പീസ് തുടങ്ങി. എനിക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വലിയ ഓർഗനൈസേഷനുകൾക്കാണ് കൂടുതൽ ഹോസ്പിറ്റൽ സെഗ്മെന്റിലും മറ്റ് സെഗ്മെന്റുകളുള്ള വെച്ചാൽ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സൈറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് CPU വേണ്ട, പകരം അത് ഇൻബിൽഡ് ആയിട്ട് ബാക്ക് മെഷീനൊക്കെ സ്പേസ് കൺസ്യൂം ചെയ്യുക, അങ്ങനെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഒരു വളരെ കുറച്ച് പൈസക്ക് ഒരു ഹൈ പെർഫോമൻസ് പീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ 66ാമത് ഇതിനകത്ത് വരുന്നത് പേസാക്ക് ആണ്. അത് വീണ്ടും ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് ആണ്. അത് കൂടുതൽ ഓൺലൈൻ ഓഫ്ലൈൻ പേയ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്, അവർക്ക് അതിനുള്ള സൊല്യൂഷൻസും ഉണ്ട്. ടെക്നോളജിയുടെ സൈഡ് അത് കൂടുതലും ആഫ്രിക്കൻ ബേസിലാണ്. ഇന്ത്യയിലുണ്ട്, ആഫ്രിക്കയാണ് അവരുടെ വലിയ മാർക്കറ്റ്, ഗ്രോയിങ് മാർക്കറ്റ് ആഫ്രിക്കയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഭൂഖണ്ഡങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഫ്രിക്കയിലേക്കാണ്. അപ്പോൾ പേസാക്ക് അങ്ങനെ ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പാണ്. 67ാമത് നമുക്ക് വരുന്നത് പിൽസ്ബി ആണ്. പിൽസ്ബി ശരിക്കും പറഞ്ഞാൽ ഫാർമ കാറ്റഗറിയിലാണ് വരുന്നത്. അത് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള ഫാർമ കമ്പനികൾക്ക് ആളുകളുടെ ഇൻസൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനകത്ത് വേണ്ട ഇന്നോവേഷൻസും ചേഞ്ചുകളെ സജസ്റ്റ് ചെയ്യുന്നു. അതാണ് പിൽസ്ബി ബേസിക്കലി. B2B ആണ്. അപ്പോൾ ക്ലയന്റ് അല്ല, ബിസിനസ് ടു ബിസിനസ് ആണ്. അപ്പോൾ ടെക്നോളജിയാണ് ഫണ്ടമെന്റലി. ഓക്കെ, അതാണ് പിൽസ്ബി, ഫാർമ ബേസ്ഡ് ആണ്. 68ാമത് വന്നിരിക്കുന്നത് പിൻ മൈക്രോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതെ, അതും ശരിക്കും പറഞ്ഞ ഒരു എന്റർപ്രൈസസ് സൊല്യൂഷൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. ടെക്നോളജിയാണ് ബേസിക്കലി. അവർക്ക് മറ്റ് എന്റർപ്രൈസിൽ ERP മോഡൽസ് ഉണ്ട്, ബിസിനസ് സപ്പോർട്ട് ചെയ്യാനുള്ള അതർ സൊല്യൂഷൻസ് ഉണ്ട്. അവർ കൂടുതലും IoT തുടങ്ങി IoTയും DTLS എന്ന് പറഞ്ഞ സെഗ്മെന്റ് കാറ്റഗറീസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അത് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പുകളുടെ ഒരു കാറ്റഗറിയിലേക്ക് ഇവർ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണർ സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം ആണ് മൈക്രോ ഇന്ത്യ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സപ്പോർട്ട് ചെയ്യുന്നു. 69ാമത്തെ സ്ഥാനത്ത് വരുന്നത് പ്ലാന്റ് ഷോപ്പാണ്.
ലാർജസ്റ്റ് പ്ലാൻ സ്റ്റോർ ആണ്. ഓൺലൈനിൽ ഇത്രയും അഗെയിൻ അഗ്രിയാണ്. അഗ്രികൾച്ചർ. പക്ഷെ ഇതൊരു ടെക്സ്റ്റ് അല്ല, ഒരു ഷോപ്പ്, ഒരു റിയൽ പ്ലാന്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള, ഓക്കെ, അങ്ങനെ ഒരു, അതായത് ടെക്നോളജി അല്ല, റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ്, ഒരു സ്റ്റോർ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓക്കെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ. 61 മുതൽ 70 വരെയുള്ളതിൽ 70ാമത് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് പ്ലേ സ്പോർട്സ് ആണ്. അതെ. അപ്പോൾ അത് അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാർട്ടപ്പാണ്. അതൊരു ബേസിക്കലി എന്ന് പറഞ്ഞാൽ സ്പോർട്സ്, നമ്മളുള്ള ടർഫുകളും മറ്റ് സ്പോർട്സ് ഫെസിലിറ്റീസിലുള്ള സെഗ്മെന്റുകളെയും ബുക്കിങ്ങിന് അവർ സപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം ആ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഓൺടർപ്രണേഴ്സിന്റെ അവരുടെ മാനേജ്മെന്റ്, സ്പോർട്സ് സ്പേസസ് ബുക്കിംഗ്, അതിന്റെ ഒരു ഏകോപനമാണ് ശരിക്കും. അതെ ടെക്നോളജി തന്നെയാണ്. പോയിട്ട് നമുക്കൊന്ന് കളിക്കണമെന്ന് തോന്നിയാൽ ഇവരുടെ അടുത്ത് കയറി നോക്കിയാൽ ആ റീസണിൽ അവരുടെ ഇത് നമുക്ക് കിട്ടും. അപ്പൊ ഏതൊരു ഏരിയയിലും ഏതൊരാൾക്കും എന്റേതായ ഒരു കളിക്കളം വേണമെങ്കിൽ കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സഹായമാണ് പ്ലേ സ്പോർട്സ് കൊടുക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, 61 മുതൽ 70 വരെയുള്ള എൻട്രികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ സ്റ്റാർ 100-ലെ 61 മുതൽ 70 വരെയുള്ളവരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നവ ഡിസൈൻ മുതൽ പ്ലേ സ്പോർട്സ് വരെ. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 71 മുതൽ 80 വരെ പേരുകാർ ആരൊക്കെയാണെന്ന് നോക്കാം. Pre-Magic, AI Event Marketing, Raga AI, Artificial Intelligence, Priyapai Technologies, Artificial Intelligence, Roche AI, Mobility, Sapiens Farm Products, Food Processing, Saskan Meditech, Healthcare, Shastra Robotics, Sheber, Healthcare, ShopDoc, Healthcare, School Guru, Education. അപ്പോൾ നമ്മൾ കണ്ടത് 71 മുതൽ 80 വരെയുള്ളവരെയാണ് ഇപ്പോൾ കണ്ടത്. അതിൽ 71 വന്നിരിക്കുന്നത് പ്രീ മാജിക് കമ്പനി ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു AI ബേസ്ഡ് കമ്പനി തന്നെയാണ്. AI സെഗ്മെന്റിലാണ് അത് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇവരുടെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇവർ ഇവന്റ് മാർക്കറ്റിംഗിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന AIയുടെ സഹായത്തോടെ. അത്രയും. കാരണം ഇവന്റ് മാനേജ്മെന്റ് എല്ലാ കാലത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലിപ്പം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതലുണ്ട്. ഓക്കെ. അടുത്തത് 72ാമത് വരുന്നത് രാഗ AI. പാട്ട് പോലെയാണോ? എന്താണത്? അത് ഇത് എന്റർപ്രൈസിനാണ് കുറച്ചും കൂടെ സപ്പോർട്ടീവ് ആവുന്നത്. AI ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ AIയിലെ റിസ്കുകളെ ഐഡന്റിഫൈ ചെയ്യാൻ, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള AI പ്രെഡിക്റ്റീവ് മോഡലുകളാണ്. അപ്പൊ അവിടെ ഒരു AI പ്ലാറ്റ്ഫോമുകളുടെ ഒരു ക്വാളിറ്റി ചെക്ക് ആണ് ശരിക്കും ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. അതായത് അതിനകത്തൊരു റിസ്ക് ഉണ്ടോന്ന് അനലൈസ് ചെയ്യാന്നുള്ളതാണ് അതിനകത്ത്. ഓക്കെ. അപ്പൊ 73ാമത് വരുന്നത് റിയാഫൈ. അതെ, റിയാഫൈ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിയാഫൈ ടെക്നോളജീസ്. അതെ, അത് ബേസിക്കലി ടെക് ആണ്. എന്നാൽ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആളുകൾ കൂടുതൽ ഓഡിയൻസ് സജസ്റ്റ് ചെയ്തേക്കുന്നത്. അവര് എനിക്ക് തോന്നുന്നു അവരുടെ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. ഒരു മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഒന്നല്ല, പല പ്രൊഡക്റ്റുകളിൽ നിന്നായിട്ട് ഏകദേശം 73 മില്യൺ ആളുകൾ അവരുടെ ഓരോ പ്രൊഡക്റ്റുകളായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഏകദേശം അതെ, ലോകമെമ്പാടും 23 ലാംഗ്വേജുകളിൽ ഗ്ലോബലി ഉള്ള ആളുകൾ, അത് 75 മില്യൺ ആളുകൾ ഇൻവോൾവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് റിയാഫൈയുടെ പ്ലാറ്റ്ഫോം. അതെ, പല പ്രൊഡക്റ്റുകളിൽ നിന്ന് ടോട്ടൽ അത്രയാണ്. ഓക്കെ. അപ്പോൾ റിയാഫൈ കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകുന്നത് റോഷ് AI എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. റോഷ് AI. അതെ, ബേസിക്കലി മൊബിലിറ്റി ആണ്. കുറച്ചും കൂടെ കൗതുകം, നമ്മളെല്ലാവരും പറഞ്ഞു ഡ്രൈവർലെസ് കാർ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓട്ടോണമസ് കാറുകളാണ്. അതെ, ഓട്ടോണമസ് കാറുകളാണ് അവർ ഏറ്റവും കൂടുതൽ ചർച്ചകൾ കൂടുതൽ വന്നേക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ ഡ്രൈവർലെസ് കാറുകൾ ഡിമാൻഡഡ് ആയിട്ട് വരുന്നു. കമ്പനികൾ അതിനൊക്കെ ഡിമാൻഡ് ആയിട്ട് വരുന്നു. ഇവർ അതോടൊപ്പം തന്നെ ഡ്രൈവർലെസ് കാർ കൊണ്ട് മറ്റ് വലിയ കോർപ്പറേറ്റ് ജെയിന്റുകൾക്ക് ഇവർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. നല്ല കാര്യമാണ്. പക്ഷെ ഇന്ത്യയിൽ അത് എത്ര കാലം എടുക്കുമ്പോൾ അതിന്റെ ഒരു അവരുടെ ഇന്ത്യയിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലാണ് അവർ കൂടുതലും ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇൻഫോ പാർക്ക് ഏരിയകളിൽ. ഓക്കെ, അതൊരു വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. കാരണം നമ്മള് വിദേശ രാജ്യങ്ങളിൽ ഈ ഡ്രൈവർലെസ് കാറുകൾ ഓടുമ്പോൾ, ഇനിയിപ്പോ ടെസ്ലയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇത് പരിചിതമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ റോഷ് അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ 75ാമത് വരുന്നത് നമുക്ക് പരിചയമുള്ള പേര് തന്നെയാണ് സാപ്പിൻസ് ഫാം പ്രൊഡക്ട്സ്.
നമുക്കറിയാം അറിയാം. പല സാധനങ്ങളുണ്ട്. പാലുണ്ട്, യോഗട്ട്സ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ അവർ ഇതിലേക്ക് നമ്മളുടെ പനീറിലേക്കൊക്കെ വരുന്നു. ഓക്കെ. കൂടുതലും മിൽക്ക് ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പം സാപ്പിൻസ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അവരാണ് 75ാമത് വന്നിരിക്കുന്നത്. 76ാമത് നമുക്ക് സാസ്കാൻ മെഡിടെക്. അത് ശരിക്കും പറഞ്ഞാൽ സെഗ്മെന്റ് ഹെൽത്ത് കെയർ ആണ്. ടെക്നോളജിയുടെ സഹായത്തോടെയാണ് ശരിക്കും അവർ ചെയ്യുന്നത്. നമ്മുടെ മൈക്രോ ലെവലിലുള്ള ടിഷ്യൂസ് ഉള്ള ബോഡി ടിഷ്യൂസ് ഉള്ള ഇഷ്യൂസിനെ ഐഡന്റിഫൈ ചെയ്യും, അതിന്റെ ഡിയോക്സിനേറ്റ് ഓക്സിനേറ്റ് കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനും അതേപോലെ തന്നെ ഇന്നോവേറ്റീവ് ടെക്നോളജീസ്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്, നമ്മുടെ സെൽസിലെ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ഓക്കെ 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 ടിഷ്യൂ കൾച്ചറിങ്ങിന്റെ ഒരു ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യമാണ് സാസ്കാൻ ചെയ്യുന്നത്. അപ്പം ഹീമോഗ്ലോബിൻ ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ സെൽസിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ശാസ്ത്ര റോബോട്ടിക്സ്. ശാസ്ത്ര റോബോട്ടിക്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക് ബേസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് ബേസ്ഡ് കമ്പനിയാണ്. റോബോട്ടിക്സ് ആണ് ഇൻഡസ്ട്രി കാറ്റഗറി സജഷൻ ലിസ്റ്റിലേക്ക് വന്നത്. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് യു കെന്ന് ഇൻവെസ്റ്റ്മെന്റ് നേടിയ സൗത്ത് ഇന്ത്യൻ റോബോട്ടിക്സ് കമ്പനികൾ ഒന്നാണ്. ഓ, അതാണ് ശാസ്ത്ര റോബോട്ടിക്സ്. 77ാമത് നമുക്ക് വന്നിരിക്കുന്നത് റോബോട്ടിക്സ് മേഖലയിൽ നിന്നുള്ള ശാസ്ത്ര റോബോട്ടിക്സ് ആണ്. ഇനി 78ാമത് വരുന്നത് ഷീ ബെർത്ത്. പേര് കൊണ്ട് തന്നെ വളരെ ഷീ ബെർത്ത് ആണ്, ഹെൽത്ത് കെയർ ആണ്, വനിതകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരുടെ ബർത്തുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇൻഫർമേഷൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഓൺലൈൻ സൊല്യൂഷൻ ആണ്. അപ്പോൾ പ്രഗ്നൻസി വുമണിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സൊല്യൂഷൻ എന്ന് പറയാം. അതാണ് ഷീ ബെർത്ത്. ശരി, ഇനി 79ാമത് ആരാണെന്ന് നോക്കുകയാണ്. അത് ഷോപ്പ് ഡോക്ക് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പാണ്. ഷോപ്പ് ഡോക്ക് ശരിക്കും പറഞ്ഞാൽ UAE നിന്നുള്ള ബേസിക്കുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. മലയാളി ഓറിയന്റഡ് ആണ്. UAE നിന്നുള്ള സ്റ്റാർട്ടപ്പാണ്. ഏകദേശം 100-ലധികം പ്രീമിയം ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളും വെൽനസ് പ്രൊഡക്ട്സുകളും അവരുടെ സബിലുണ്ട്, അവരുടെ അണ്ടറിലുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് കെയറിന് വേണ്ട ഓരോ മൈക്രോ കോമ്പണന്റുകളും ഹെൽത്തിലും അതേപോലെ തന്നെ വെൽനസിലും അല്ല. അതാണ് ലക്ഷറി സെഗ്മെന്റിലാണ് വരുന്നത്. ഹെൽത്ത് കെയറിലെ ലക്ഷറി സെഗ്മെന്റ് ആണ്. അപ്പോൾ ഒരു കാര്യമുള്ളത്, മെഡിക്കൽ ടൂറിസം ഒക്കെ വളരെ സജീവമാകുന്ന ആണ്. ആ ഒരു മേഖലയിൽ ഉള്ള വളരെ ശ്രദ്ധേയമായ പേരുകളിൽ ഒന്നാണ് ഷോപ്പ് ഡോക്ക്. അങ്ങനെ നമ്മൾ 80ാമത്തെ പേരിലേക്ക് എത്തുകയാണ്. 71 മുതൽ 80-ൽ അത് വന്ന് സ്കൂൾ ഗുരു. എനിക്ക് തോന്നുന്നു ഇച്ചിരി പേര് കൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. എഡ്യൂക്കേഷൻ ടെക് ആണ്. അത് സ്റ്റുഡൻസ് തുടങ്ങി വലിയ ആളുകൾക്ക് വരെയുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അത് ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ മേഖലകളും കടന്നു വരുന്നുണ്ട്. അതിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡും ഹെൽത്ത് കെയറും വളരെ സജീവമായിട്ട് തന്നെ അത് നിൽക്കുന്നു. അപ്പം പ്രേക്ഷകർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ 71 മുതൽ 80 വരെയുള്ള പേരുകളാണ് ഇതുവരെ കണ്ടത്. ഇനി വളരെ പെട്ടെന്ന് അത് ഈ 71 മുതൽ എന്ന് പറയുമ്പോൾ പ്രീമാജിക്ക് മുതൽ സ്കൂൾ ഗുരു വരെയുള്ള 10 പേരുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി സ്റ്റാർ 100-ലെ 81 മുതൽ 90 വരെയുള്ള പേരുകളാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. Skylark Drones, Drone Technology. Sonio, Health Tech. Strava Technologies, Space Tech. Summit Maritime, Transportation. Sunbed Straws, Agricultural Waste Management. Tenga Coco, Agricultural Waste Management. Tucson, Agricultural Waste Management. Toco, Food Processing. Transmeo, AI Fiber Optics. Travellounge, Hospitality. അപ്പോൾ നമ്മൾ 81 മുതൽ 90 വരെയുള്ള പേരുകളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടത്, പ്രേക്ഷകർ കണ്ടത്. അപ്പം പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ തന്നെ വ്യത്യസ്തമായ ചില പേരുകൾ, ചില ഏരിയകൾ ഇതുവരെ ടച്ച് ചെയ്യാത്ത ചില ഏരിയകൾ വരുന്നുണ്ട്, അല്ലാത്തതും വരുന്നുണ്ട്. അപ്പോൾ അതിൽ 81ാമത് വരുന്നത് സ്കൈലാർക്ക് ഡ്രോൺസ്. പേര് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇൻഡസ്ട്രി സ്പെസിഫൈ ചെയ്തു. ഡ്രോൺസ് കാറ്റഗറിയിലാണ്, ഡ്രോൺസ് ടെക്നോളജി കാറ്റഗറിയിലാണ് തന്നെ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തന്നെ ഇന്ത്യയിലെ തന്നെ എല്ലാ അഗ്രികൾച്ചർ ഡ്രോൺ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പാണ്, ആദ്യത്തെ സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പാണ് ഡ്രോൺ സെഗ്മെന്റിലുള്ള. അതാണ് അവരുടെ പ്രത്യേക അഗ്രികൾച്ചർ മേഖലയിലാണ് കൂടുതൽ. അഗ്രികൾച്ചർ മേഖലയാണ്. അപ്പോൾ അഗ്രി ഡ്രോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മേഖലയിലാണ് സ്കൈലാർക്ക് ഡ്രോൺസ്. ഓക്കെ. അപ്പോൾ നമ്മൾ 82ലേക്ക് പോകാം. സോണിയോ ഹെൽത്ത് ടെക് ആണ്. അത് ബേസിക്കലി അത് ഫ്രാൻസ് ബേസ്ഡ് ആണ്. മലയാളി ഫ്രം ഫ്രാൻസ് ബേസ്ഡ് ആണ്.
അതൊരു അൾട്രാസൗണ്ട് സ്കാനിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് ആ സ്റ്റാർട്ടപ്പ്. അവിടെയും അപ്പോൾ ക്ലൗഡ് clinical ആണ്. ക്ലൗഡ് Clinical. ടെക്നോളജി എയുടെയും മറ്റ് സഹായത്തോടെ ക്ലൗഡിന്റെ ടെക്നോളജിയുടെ സഹായത്തോടെയാണ് അവർ ഇൻഡസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹെൽത്ത് ടെക്കിലാണ്. ഓക്കെ. അപ്പോൾ ഈ സോണിയോ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ പുതിയൊരു ടൈപ്പ് കൂടെ കണ്ടിരിക്കുകയാണ്. ഇൻഡോ ഫ്രാൻസ് ആണ് ഇപ്പോൾ ഫ്രാൻസിലെത്തി. ഫ്രാൻസിലെത്തി. സ്വീഡനിൽ നിന്ന് നമ്മൾ ഫ്രാൻസ് വരെ എത്തി. അതെ, എത്തി. ഓക്കെ. അപ്പം 83-ാമത്തേത് സ്ട്രാവ ടെക്നോളജീസ്. അത് ഇച്ചിരി കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ X20 എന്ന് പറഞ്ഞ പോലെ തന്നെ സ്പേസ് ടെക്നോളജിയിലെ സ്പേസ് ടെക് കാറ്റഗറിയിലാണ്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു അല്ലേ? സ്പേസ് ടെക്കിലെ രണ്ടാമത്തെ സജഷൻ. അതെ. ഇവർ പ്രത്യേകിച്ച് ഇവർ ഓൾറെഡി ഗവൺമെന്റ് സെക്ടറിലേക്കുള്ള ഈ സ്പേസ് ടെക് പ്രൊവൈഡർ ആയിട്ടുള്ള സൊല്യൂഷൻസും അതേപോലെ കോമ്പണന്റുകൾ സപ്ലൈ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ്. ഓക്കെ. അവർ പക്ഷേ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെന്റ് സെക്ടറിനെയാണ്. അപ്പം സ്ട്രാവ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ ഒരു സ്പേസ് ടെക്നോളജി രംഗത്തെയാണ്. നമ്മൾ 84-ാമത് കാണുന്നത് സമ്മിറ്റ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ആണ് സെഗ്മെന്റ് എങ്കിലും അവർ ശരിക്കും ഒരു ബോട്ട്സ് ആൻഡ് ആക്ചേഴ്സ് ആണ് അവരുടെ ബിൽഡേഴ്സ്. അപ്പം മറൈൻ മേഖലയാണെങ്കിലും അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ഈ നമ്മുടെ ബോട്ടുകളുടെ അവരുടെ പരിപാടികൾ ട്രാൻസ്പോർട്ടേഷനെ കണക്ട് ചെയ്തു. അതാണ് സമ്മിറ്റ് മാരിടൈം ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് 84-ൽ നമ്മളിപ്പോൾ സമ്മിറ്റ് മാരിടൈം ആണ് കണ്ടത്. 85-ൽ വരുന്നത് സൺബേർഡ് സ്ട്രോസ് ആണ്. അതെ, അത് ശരിക്കും പറഞ്ഞു അഗ്രികൾച്ചർ വേസ്റ്റ് മാനേജ്മെന്റ് സെഗ്മെന്റിൽ തന്നെയാണ് വന്നത്. അത് ബേസിക്കലി നമ്മളെല്ലാവരും വേസ്റ്റ് എന്ന് കരുതുന്ന തെങ്ങോലനെ റീസൈക്കിൾ ചെയ്ത് അതിനെ ഒരു സ്ട്രോ പാറ്റേണിലും പെൻ പാറ്റേണിലും അവരെ പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വാല്യൂ അഡീഷൻ കൂടെയാണ് നമുക്ക് എല്ലാം. വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആകാൻ സാധ്യതയുള്ളതിനെ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. വേസ്റ്റ് മാനേജ് ഇവിടെ അതിനൊരു പ്രൊഡക്റ്റും കൂടെ അവരെ ആക്കി ഒരു ഇന്നോവേഷൻ സെഗ്മെന്റിലേക്ക് അവർ കയറി. വാല്യൂ അഡീഷൻ എന്ന രീതിയിൽ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് അവർ കൊണ്ടുവന്നു. ഒരു പേനയും സ്ട്രോയും ഉൾപ്പെടെ കാറ്റഗറിയിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കുന്നതിന് പകരം അതിനെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്ന ഒരു കമ്പനിയാണ് സൺബേർഡ് സ്ട്രോസ്. അപ്പോൾ 85-ാമത് സൺബേർഡ് സ്ട്രോസ് ആണെങ്കിൽ 86 തേങ്ങ കൊക്കോ. ഇതിപ്പം മറ്റേതുപോലെ തന്നെ പേര് ഏതാണ്ട് സിമിലർ ആണല്ലോ. തെങ്ങോലയുടെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു. ഇത് തെങ്ങോലയാണോന്ന് മാത്രമേ അറിഞ്ഞാൽ മതി. ചിരട്ടയാണ്. ചിരട്ടയുടെ റീയൂസ് ചെയ്തിട്ട് ഉൽപ്പന്നങ്ങളാക്കുക തേങ്ങ കൊക്കോ എന്നാക്കി. ഓക്കെ. അപ്പൊ തേങ്ങ കൊക്കോ ഓരോ മേഖലകളിലും ഓരോ പ്രൊഡക്റ്റിന്റെ വൈവിധ്യമാണ്. വൈവിധ്യങ്ങൾ കണ്ടത് അല്ല, ഇത് വളരെ ആകർഷകമായ ഒരു കാര്യമാണ്. കാരണം ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകര് ആരെങ്കിലും ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പ്രേക്ഷകരാണ്. നമ്മുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഒരു ബിസിനസ്സിലേക്ക് താല്പര്യമുള്ള എല്ലാവർക്കും ഇനിയും പുതിയ മേഖലകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്ക് തോന്നുന്നത് അത് വളരെ ആഴം ചെയ്ത് പറഞ്ഞ പോയിന്റ് വളരെ സ്പെസിഫിക് ആയിട്ട് ചെറിയ കോമ്പണന്റിനെ വരെ വളരെ മൈക്രോ ആയിട്ടുള്ള കൺസെപ്റ്റിനെയാണ്. തേങ്ങ ചിരട്ടനെ പോലും തേങ്ങയുടെ ഓലനെ പോലും ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ തേങ്ങ കൊക്കോയിൽ നിന്ന് നമ്മൾ പോകുന്നത് 87-ാമത് തൂഷൻ. ഓക്കെ. അഗ്രികൾച്ചർ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി. അപ്പൊ ഇത് പറയുന്നത് നമ്മുടെ വീറ്റ് ഗ്രെയിൻസും അങ്ങനത്തെ എല്ലാത്തിന്റെയും നമ്മളെ ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ട്. തവിട് പോലെ തവിട് ഉപയോഗിച്ച് പാത്രവും കപ്പുകളും ഉണ്ടാക്കും. അത് എഡിബിൾ ആണ്. എഡിബിളും ഉണ്ട്, നോൺ എഡിബിളും ഉണ്ട്. അപ്പൊ അതിനെ അതായത് നമ്മൾ വെറുതെ കളയുന്ന തവിടിനെ പോലും തൂഷനിലേക്ക് പകരം തവിടിന്റെ പാത്രമാണെന്ന് മാത്രം അത് വരട്ടെ. അപ്പൊ അങ്ങനെയാണ് തൂഷൻ എന്നത് 87-ാമത് വന്നിരിക്കുന്നത്. 88-ാമത് നമ്മൾ പോകുന്നത് ടോക്കോ. അതൊരു ശരിക്കും പറഞ്ഞാൽ ടോക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് സെഗ്മെന്റ് കാറ്റഗറിയാണ്. നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഷെഫുകൾ, ഹോം ബേസ്ഡുള്ള കുക്കിംഗ് ഐറ്റംസുകളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യോ കമ്മ്യൂണിക്കേഷൻ, സോഷ്യോ കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. വീട്ടിലെ ഊണെന്നൊക്കെ പറയുന്നത് പോലെ കണക്ട് ചെയ്യുന്ന ഒരു ടെക് ആയിട്ട് വരുന്നത്. ഇവരുടെ ബേസിക് നേച്ചർ ഇങ്ങനെയായിരിക്കും. നമ്മളുടെ ഒരു നമ്മൾ വാഴക്കുളം പൈനാപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ചിലപ്പോ സ്പെസിഫിക് ആയിട്ടുള്ള ടേസ്റ്റുകളെ കണക്ട് ചെയ്യുന്നു. പെട്ടെന്ന് പെരിഷബിൾ അല്ലാത്ത ഗുഡ്സ് അവര് കളക്ട് ചെയ്യുന്നു. എനിക്കൊന്ന് കൂടുതലായിട്ട് അടുത്ത സെഗ്മെന്റുകളിലേക്ക് പോകുമ്പോൾ ഓരോരുത്തർ ഒരു ഡിസ്കഷൻ ഒക്കെ വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് കൂടുതൽ, കാരണം ഇതിനകത്ത് പ്രത്യേകം ഞങ്ങൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ 28-ാം തീയതി നമുക്ക് കിട്ടിയ ലിസ്റ്റിൽ വിദഗ്ധ പാനൽ നമുക്ക് തെരഞ്ഞെടുത്ത് തന്നതാണ്. അതാണ് നമ്മൾ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ വ്യക്തത തീർച്ചയായിട്ടും ഇത് ഈ ദിവസം അവസാനിക്കുമ്പോൾ 100 പേരുകൾ പറഞ്ഞു കഴിയുമ്പോൾ
നിങ്ങൾക്ക് നമ്മളുടെ വെബ്സൈറ്റിലും അതുപോലെ മറ്റു രീതികളിലും അവൈലബിൾ ആയിരിക്കും. അതെ. അതുകൂടെ കണ്ടിട്ട് പ്രേക്ഷകർ വോട്ടിങ്ങിലേക്ക് കടക്കുക. അതെ അതെ അപ്പോൾ 88 ടോക്കോ 89ാമത് ട്രാൻസ്മിയോയാണ് 89ാമത് വന്നിരിക്കുന്നത്. ട്രാൻസ്മിയോ ശരിക്കും ഇനി അടുത്തത് വീണ്ടും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ടെക്കാണ്, കമ്പനി ടെക്കാണ്, പക്ഷെ സജഷൻ കാറ്റഗറിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് കൂടുതലും വന്നേക്കുന്നത്. അവർ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രഡിക്ഷൻ മെത്തേഡുകളും പ്രഡിക്റ്റീവ് ആയിട്ടുള്ള മറ്റ് അനാലിസിസ് മോഡലുകളുടെ സഹായത്തോടുകൂടി ഉള്ള ഇഷ്യൂസുകളെയും പ്രശ്നങ്ങളെയും കണ്ടെത്തി സജസ്റ്റ് ചെയ്യപ്പെടുന്നു. അത് കൂടുതലും വരുന്നത് ഓർഗനൈസേഷണൽ കാറ്റഗറീസിലേക്കാണ്, കൂടുതലും എഞ്ചിനീയറിംഗ് സെഗ്മെന്റുകളിലേക്ക്. ഓർഗനൈസേഷൻ എനിക്കൊന്ന് ക്ലൗഡ് എഞ്ചിനീയറിംഗും ഓരോ സെഗ്മെന്റിലും പോകുന്നുണ്ട്. ഫൈബർ ഒപ്റ്റിക്സ് പോകുന്നുണ്ട്, ക്ലൗഡ് എഞ്ചിനീയറിംഗിൽ പോകുന്നുണ്ട്, പല മേഖലകളിലും മെഷീൻ ലേണിംഗിന്റെ കാറ്റഗറിയിൽ പോകുന്നുണ്ട്. എല്ലാത്തിനും സ്പെസിഫിക് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ AI റിലേറ്റഡ് ആയിട്ട് ഫൈബർ ഒപ്റ്റിക് സെൻസിങ്ങിന്റെ ഒക്കെ മേഖലയിൽ വളരെ സജീവമായിട്ടുള്ള ഒന്നാണ് ട്രാൻസ്മിയോ എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഇതിൽ ഈ സ്റ്റാർ 100-ലെ 90ാമത്തെ പേര് ആരുടെയാണെന്ന് നോക്കാം. അത് ട്രാവൽ ലോഞ്ച് ആണ്. അതെ, പേര് കൊണ്ട് തന്നെ അതൊരു ട്രാവൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹോസ്പിറ്റാലിറ്റി കാറ്റഗറിയിലാണ് സെക്ടറി വരുന്നത്. അത് ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചെയിൻ, നമുക്ക് വിദേശത്തൊക്കെ ഉള്ള മോട്ടൽ പോലെയുള്ള ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്. മീൻസ് റെസ്റ്റോറൻറ്റ് മോഡലിലാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരാൾ നോർമലി യാത്ര ചെയ്യുമ്പോഴത്തേനും ഒരു ജസ്റ്റ് നമ്മൾ പമ്പിൽ റിഫ്രഷ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇത് നേരെ തിരിച്ച് കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡ് പാറ്റേണിൽ കുറച്ച് എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസോടുകൂടി റെസ്റ്റ് ആൻഡ് റിഫ്രഷ്മെന്റ് കാറ്റഗറിയിലാണ്. ഫെസിലിറ്റീസും ഉണ്ടാവും, റിഫ്രഷ്മെന്റും ഉണ്ടാവും. അതെ അതെ അതെ, അതൊരു ഇടത്താവളം പോലെ ആളുകൾക്ക് അവിടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റികളാണ് ട്രാവൽ ലോഞ്ച് കൊടുക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ നോക്കുമ്പോൾ നമ്മൾ 81 മുതൽ 90 വരെയുള്ള പേരുകളാണ് ഇപ്പോൾ കണ്ടത്. സ്കൈലാർ ഡ്രോൺ മുതൽ ട്രാവൽ ലോഞ്ച് വരെയുള്ള ആ 10 പേരുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 91 മുതൽ 100 വരെ നമ്മളുടെ സ്റ്റാർ 100 പട്ടിക പൂർണ്ണമാകുന്നതിന് മുമ്പ് അവസാന 10 പേരുകൾ ഏതൊക്കെയാണെന്ന് കാണാം. True Elements Food Processing, Tutor-Up Education, Tutti Frutti Interactive Gaming, Unibiosis EduBiotech, Vendup Ventures Engineering Services, Wayroots Wellness, Explore Technologies FinTech, XR Horizon Extended Reality Solutions, Xylem Learning Education, Sappy Hair Human Resource. അപ്പോൾ നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞത് 91 മുതൽ 100 വരെയുള്ള പേരുകളാണ്. നമ്മൾ സ്റ്റാർ 100 പട്ടികയുടെ അവസാന ലാപ്പിലാണ്. ഓക്കെ, ഇപ്പോൾ 99ാമത് വന്നിരിക്കുന്നത് ട്രൂ എലമെന്റ്സ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പാണ്. അതെ, അതൊരു ഫുഡ് സ്റ്റാർട്ടപ്പാണ്. ഫുഡാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസുകളുള്ള ഇന്നോവേഷനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ബേസിക്കലി ഫുഡാണ് കാറ്റഗറി. അപ്പോൾ ഫുഡ് ടെക് അല്ലെങ്കിൽ ഫുഡ് മേഖലയിലുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. അതെ, ഓക്കെ. അടുത്തത് ട്യൂട്ടർ-ആപ്പ്. ട്യൂട്ടർ-ആപ്പ് പേര് പോലെ തന്നെ എഡ്യൂക്കേഷൻ സെഗ്മെന്റിലാണ് വന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രത്യേകത വെച്ചാൽ ഒരു ഓൺലൈൻ കോഴ്സ് അല്ല, എഡ്യൂക്കേഷൻ സെഗ്മെന്റ് അല്ല. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിർച്വൽ റിയാലിറ്റിയുടെ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടുകൂടി ഓരോ ടീച്ചർമാർക്കും അതേപോലെ തന്നെ ഈ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അവർക്ക് വേണ്ട പ്രൊവൈഡറുടെ 3D മോഡലിംഗുകളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു ലാബ് ഫെസിലിറ്റി പോലെ അവർക്ക് വേണ്ട ബാക്ക് എൻഡ് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്യൂട്ടർ-ആപ്പ് ആ ഒരു മേഖലയാണ്. നേരിട്ടിട്ട് എൻഡ് യൂസറിനല്ല, ഇന്റർമീഡിയറി ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത്. 93ാമത് നമ്മൾ കാണുന്നത് ടൂട്ടി ഫ്രൂട്ടി ഇന്ററാക്റ്റീവ് എന്ന് പറയുന്ന ഒരു പേരാണ്. ടൂട്ടി ഫ്രൂട്ടി ഇന്ററാക്റ്റീവ്. ടൂട്ടി ഫ്രൂട്ടി പൊതുവെ ആളുകൾക്ക് പരിചയം ബ്രെഡ്. അപ്പൊ എനിക്ക് ഗെയിമിംഗ് സെഗ്മെന്റിൽ ആദ്യത്തെ. മാത്രമല്ല ഒന്ന് ആഡ് ഓൺ ചെയ്യുവാണെങ്കിൽ കുറച്ച് പ്രത്യേകതകളുമുണ്ട്. അവർ ഏകദേശം 10ഓളം ഇന്റർനാഷണൽ അവാർഡുകൾ ഇതിനോടകം കരസ്ഥമാക്കിയിട്ടുണ്ട്. ചെറുതല്ല, വലുതാണ്. കാരണം ഇന്റർനാഷണൽ അവാർഡുകളാണ് 10. ഓക്കെ, എനിക്ക് തോന്നുന്നു അവരുടെ പ്രസൻസ് പ്രേക്ഷകർ ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും. അവരുടെ പ്രസൻസ് അക്രോസ് ദ ഗ്ലോബ് പല കൺട്രികളിലുമുണ്ട്. 94ാമത് നമുക്ക് വരുന്നത് യൂണിബയോസിസ് ആണ്. ഇത് എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. ഇത് നിൽക്കുന്നത് ബയോടെക്നോളജി റിസർച്ച് ലാബ്സ് ആണ് ഇവർ കൊടുക്കുന്നത്. ബയോടെക് റിസർച്ച് ലാബുകളാണ്. ബയോടെക്നോളജി പഠിക്കുന്ന കുട്ടികൾക്ക് റിസർച്ച് ചെയ്യാനും
അവരുടെ മുന്നോട്ടുള്ള ഇതിൽ എന്ത് ആക്ടിവിറ്റീസും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ബയോടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് യൂണിബയോസിസ്. അതെ അതെ. 95ാമത് നമുക്ക് വന്നിരിക്കുന്നത് വെൻഡപ്പ് വെഞ്ചുവേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വെൻഡപ്പ് വെഞ്ചുവേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അത് ബേസിക്കലി എഞ്ചിനീയറിംഗ് സർവീസസ് ആണ്. എഞ്ചിനീയറിംഗ് സർവീസസ് എന്ന കാറ്റഗറിക്കകത്താണ് തന്നെ അവർ പറയുന്ന സൊല്യൂഷൻ സർവീസസ് ഉണ്ട്, അതേപോലെ അത്ര സ്പെസിഫിക് സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോ ബിസിനസ്സുകളുടെയും ഓരോ മാർക്കറ്റിംഗ് പ്യൂർലി B2B ആണ്. അപ്പൊ സ്കെയിലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസുകൾ, സ്കെയിലബിൾ ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള സപ്പോർട്ടീവ് എലമെന്റുകൾ, അതിന് വേണ്ട സർവീസ് സൊല്യൂഷൻസ് കാറ്റഗറിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വെൻഡപ്പിന് ശേഷം നമ്മൾ കാണുന്നത് ഇതിനു മുമ്പും നമ്മളുടെ ലിസ്റ്റുകളിൽ മുമ്പത്തെ ചേഞ്ച് മേക്കറിലാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ മുമ്പത്തെ ഐക്കൺ സീരീസുകളിൽ വന്നിട്ടുള്ള ഒന്നാണ് വെയർറൂട്ട്സ്. അതെ അതെ. വെയർറൂട്ട്സ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് വെൽനസ് ബയോ പാക്കിംഗ് ആണ് അവരുടെ ഒരു USP. അപ്പം ആളുകളുടെ ഏജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ആളുകൾ വളരെ ഏജിനെക്കാട്ടും ആയുസ് കൂട്ടുക അല്ലെങ്കിൽ ഏജിനെ പിടിച്ചു നിർത്തുക. അതന്നെ എനിക്കൊന്ന് ഇപ്പൊ ആളുകൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സെഗ്മെന്റും കൂടെയാണ് ഹെൽത്ത് ഓറിയന്റഡ് ആണ്. അതാണ് വെയർറൂട്ട്സ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ് വെയർറൂട്ട്സിന്റെ. 97ാമത് വന്നിരിക്കുന്നത് എക്സ്പ്ലോർ എന്ന സ്റ്റാർട്ടപ്പ് ആണ്. എക്സ്പ്ലോർ ശരിക്കും പറഞ്ഞാൽ ഫിൻടെക് തന്നെയാണ്. ഫിൻടെക് ആണ്. അതൊരു ബിസിനസ് സാസ് മോഡൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. പേയ്മെന്റ് ഗേറ്റ്വേസും മറ്റ് കാറ്റഗറീസും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റിലൊക്കെ ഉണ്ട്. ഏകദേശം 1,00,000-ലധികം ആളുകൾ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ചെറുതല്ല, വലുതാണ്. അതെ അതെ. 20ഓളം മാർക്കറ്റുകൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്ലോബൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വളരെ വ്യാപ്തിയുള്ള ഒരു ഫിൻടെക് ആണ് എക്സ്പ്ലോർ. 98ാമത് നമുക്ക് വരുന്നത് HR ഹൊറൈസൺ ആണ്. HR ഹൊറൈസൺ നമുക്ക് ഇതിന്റെ മുമ്പ് ഇതൊരു AR VR ഏരിയയിലുള്ള സെഗ്മെന്റിലുള്ളതാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി സെഗ്മെന്റിലാണ് ഇത്. ഇവരുടെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇവര് സ്വന്തമായിട്ടുണ്ട്, ഗെയിമിങ്സിന് കൊടുക്കുന്നു, അത് കൂടാതെ വിവിധ ചാനലുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കാലം മുമ്പ് പൊളിറ്റിക്കൽ, അതായത് സർവേകളുടെ കാര്യത്തിലൊക്കെയാണ് നമ്മൾ മീഡിയയിൽ അറ്റൻഷൻ കിട്ടിയ ഒന്നാണ്. കുറച്ച് അവാർഡുകളും ഒക്കെ നേടിയത്. അതെ, അപ്പോൾ ആ ഒരു മേഖലയിലാണ് XR ഹൊറൈസൺ വളരെ സജീവമായിട്ടുള്ളത്. അപ്പൊ നമുക്കിനി 99ാമത്തെ എൻട്രി നോക്കാം. പ്രേക്ഷകർക്ക് വളരെ പരിചയമുള്ള ഒരു പേരാണ് പരസ്യങ്ങളിലൂടെയും മറ്റും. സൈലം കൂടുതലധികം പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ എഡ്ടെക് പ്ലാറ്റ്ഫോം ആണ്. ഓൺലൈൻ കോഴ്സും ഓൺലൈൻ കോച്ചിങ്ങുമാണ്. കുട്ടികൾക്ക് തുടങ്ങി എൻട്രൻസ് തുടങ്ങി മറ്റ് കാറ്റഗറിയിലേക്കുണ്ട്. എനിക്കൊന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിലീസ് വന്നു വെച്ചാൽ ഫിസിക്സ് വാല ഉൾപ്പെടെയുള്ള നാഷണൽ കോമ്പറ്റീറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു ഇൻവെസ്റ്റ് ഉണ്ട്. ഏകദേശം എനിക്കൊന്ന് 600 കോടിയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടെക്നോളജിയും അതായത് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഈ വർഷങ്ങളിൽ അവർ ഇപ്പൊ സ്കൂളുകളിൽ കുറെ കൂടെ ഒക്കെ 1-to-1 ആയിട്ട്. അപ്പോൾ ഒരു കാര്യമുള്ളത്, എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ ആ ഒരു മേഖല വളരെ മത്സരാധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോവാണ്. അതിൽ സൈലം തീർച്ചയായിട്ടും സമീപകാലത്ത് അവരുടെ പ്രസൻസ് വളരെ വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ 99 പേരുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റാർ 100-ലെ. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, 100ാമത്തെ പേര് അത് സാപ്പി ഹെയർ എന്നുള്ള പേരാണ്. സാപ്പി ഹെയർ ബേസിക്കലി ഒരു HR പ്ലാറ്റ്ഫോം ആണ്. HR കാറ്റഗറിയിലാണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ് കാറ്റഗറി വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് HRകൾക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ കുറച്ചും കൂടെ സിംപ്ലസ്റ്റ് ആക്കുക, അതിനകത്ത് ഓട്ടോമേഷൻ ചെയ്യുക. HR ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ മറ്റ് ഏകദേശം ഒരു 22,000-ഓളം യൂസേഴ്സ് അവർ നിലവിൽ ഇപ്പോൾ കമ്പനീസ് ഉൾപ്പെടെയുള്ള ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. വേൾഡ് വൈഡ് ആണ് അവരുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഹയറിംഗിന്റെ ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം മാത്രമല്ല, ഓട്ടോമേറ്റഡ് ആയിട്ട് ആളുകളെ എന്താ പറയുക HR സൈഡിൽ സപ്പോർട്ട് ചെയ്യുക, ഇന്റർവ്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ നിന്ന് ഏറ്റവും പേര് കേട്ട ഒരു HR സെഗ്മെന്റിൽ വന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ, 91 മുതൽ 100 വരെയുള്ള പേരാണ് നമ്മൾ ട്രൂ എലമെന്റ്സ് മുതൽ സാപ്പി ഹെയർ വരെയുള്ളതാണ് ഇപ്പോൾ കണ്ടത്. ന്യൂ ഏജ് ഐക്കൺ സീരീസിലെ ഈ പുതിയ എപ്പിസോഡ് 2025-ലെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ ഒരു പ്രധാന കാര്യമുള്ളത്, നമ്മൾ acri.in മുതൽ സാപ്പി ഹെയർ വരെയുള്ള 100 പേരുകൾ ആൽഫബറ്റിക് ഓർഡറിൽ ഈ സ്റ്റാർ 100 എന്ന ആദ്യ ലെവൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിരവധി സെക്ടേഴ്സ് ഇത്തവണ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? മുമ്പൊക്കെ 4-5 സെഗ്മെന്റുകളിൽ അല്ലെങ്കിൽ സെക്ടറുകളിൽ ഒതുങ്ങുന്നത്, ഇത് സ്റ്റാർട്ടപ്പ് എന്നത് എത്രത്തോളം വൈവിധ്യമാർന്നതാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഐക്കൺ സീരീസ് കൂടിയാണ് ഇതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ തുടക്കത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും 45+ സെക്ടേഴ്സിൽ നിന്നാണ് ഇത്രയും ഈ 100 പേർ വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഹെൽത്ത് കെയർ, ഫിൻടെക്, എഡ്യൂക്കേഷനിൽ നിന്ന് 7 പേര് പേര് വെച്ചുണ്ട്.
പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിന്ന് 6 പേര്, ഓക്കെ, പിന്നെ റോബോട്ടിക്സ് ഹെൽത്ത് ടെക് 5 പേര് വെച്ചു, മൊബിലിറ്റി എന്റർപ്രൈസിംഗ് ടെക് അഗ്രികൾച്ചർ വേസ്റ്റ് മാനേജ്മെന്റ് അഗ്രിടെക് 3 പേര് വെച്ചു. ബാക്കിയുള്ളത് എല്ലാം കൂടി ചേർത്ത് 1ഉം 2ഉം വെച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു 10-26 എണ്ണം ഓരോന്ന് വെച്ച് വേറെ വന്നിട്ടുണ്ട്. ഏകദേശം 22 പേരോളം ഒരു സെഗ്മെന്റിൽ ഒന്ന് വെച്ച് 22 പേരോളം. എനിക്ക് തോന്നുന്നു മുൻ സീരീസുകളിൽ നമ്മൾ സ്റ്റാർട്ടപ്പുകൾ അല്ലായിരുന്നെങ്കിൽ പോലും മുൻപത്തെ നമ്മളുടെ സീരീസുകളിൽ ചുരുങ്ങിയ സെക്ടേഴ്സിൽ നിന്നുള്ളതാണ് വന്നിരുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചേഞ്ച് മേക്കേഴ്സിൽ നമ്മൾ കുറച്ചുകൂടെ വൈവിധ്യം കണ്ടിരുന്നു. ആ വൈവിധ്യം പ്രേക്ഷകർ ഇത്തവണത്തെ സീരീസിൽ വളരെ സജീവമായി വളരെ വൈവിധ്യമാർന്ന നല്ല രീതിയിലേക്ക് തീർച്ചയായും അത് വളരെ വളരെ എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ നമ്മളെ ന്യൂ ഏജ് ഐക്കൺ സീരീസ് കുറച്ചുകൂടെ ജനകീയമാകുന്നുവെന്നും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നുവെന്നും കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്നു എന്നുള്ളതിന്റെ വലിയൊരു തെളിവായിട്ട് ആളുകൾക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. അതെ, അപ്പോൾ ഇത് നമ്മൾ ഇത്തവണ നമ്മുടെ കർട്ടൻ റൈസറിൽ പറഞ്ഞതുപോലെ കൂടുതൽ ഐക്കൺ സീരീസുകൾ ഒരു വർഷം തന്നെ നടത്തുന്ന നമ്മളുടെ മുന്നേറ്റത്തിന് ഒരു പ്രചോദനവും കൂടിയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ സ്റ്റാർ 100 പട്ടിക ന്യൂ ഏജ് ഐക്കൺ സീരീസിലെ 2025 ഈ ആദ്യ ഐക്കൺ സീരീസ്, അതായത് സ്റ്റാർട്ടപ്പുകളെ നവസംരംഭങ്ങളുടെ ഒരു സംഗമവേള എന്ന് പറയാവുന്ന രീതിയിലുള്ള ഈ ആദ്യ ഐക്കൺ സീരീസ് സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025 അസറ്റ് ഹോംസ് ഒരുക്കുന്ന സൂപ്പർ സ്റ്റാർട്ടപ്പ് 2025ന്റെ ആദ്യ പട്ടിക 100 പേരുടെ പട്ടികയാണ് ഇതുവരെ നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റം സപ്പോർട്ട് നമുക്ക് നൽകുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് എന്നുള്ളതും പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നു. അപ്പോൾ വളരെയധികം മികച്ച സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ രംഗത്ത് കിട്ടുന്നു ഈ ഒരു ഐക്കൺ സീരീസിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐക്കൺ സീരീസിൻ്റെ സ്റ്റാർ 100 പട്ടിക പതിവ് പോലെ വോട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ തുറക്കുകയാണ്. ഇന്ന് ഈ 100 പേരുടെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ മുതൽ 8 മണി മുതൽ വൈൻഡപ്പ് 8 മണി മുതൽ നിങ്ങൾക്ക് ആളുകളെ വോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേക സീക്വൻസ് നിലവിലുള്ള സീക്വൻസുകൾ പോലെ തന്നെയാണ്. ഓരോ റൗണ്ടിൽ നിന്നും ഒരു ഡിവൈസിൽ നിന്നും ഒരു വോട്ട് എന്ന രീതിയിലാണ്. അപ്പൊ ഈ ആദ്യ റൗണ്ടിൽ, അതായത് നമ്മൾ സ്റ്റാർ 100 പട്ടിക കഴിഞ്ഞ് ഈ ആദ്യ റൗണ്ട് കഴിഞ്ഞ് സ്റ്റാർ 100 എന്ന പട്ടിക കഴിഞ്ഞിട്ട് സൂപ്പർ 50 എന്ന അടുത്ത അനൗൺസ്മെന്റിന് കഴിഞ്ഞിട്ട് അതിൽ വീണ്ടും ഇതേ ആളുകൾക്ക് വോട്ട് ചെയ്യാം. അതായത് രണ്ടാമത്തെ റൗണ്ടിൽ അടുത്ത സൂപ്പർ 50ലേക്ക് വരുമ്പോഴത്തേനും ആളുകൾക്ക് വോട്ട് ചെയ്യാം. വീണ്ടും വോട്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇത്ര കാര്യമുള്ളൂ, ഈ റൗണ്ടിൽ ഒരു ഓട്ടേ ഉള്ളൂ, 100ൽ നിന്ന് ഒരു ഓട്ടേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഓക്കെ, തെരഞ്ഞെടുക്കുക. കറക്റ്റ്. അതെ. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായ ഒരു ധാരണ, മുൻഘട്ടങ്ങളിൽ നമ്മളോട് സഹകരിച്ചിട്ടുള്ളവർക്ക് കൃത്യമായി അറിയാം ആ വോട്ടിംഗ് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അവരത് സജീവമായിട്ട് എടുക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പൊ എവിടെയാണ് ഈ വോട്ടിംഗ് പ്രേക്ഷകർക്ക് വേണ്ടി അതുകൂടെ ഒന്നുകൂടെ പറയുക, എവിടെയാണ് അവർക്ക് വോട്ട് ചെയ്യാവുന്നത്? അവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ആയ www.newagicon.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി അവർ വോട്ട് സബ്മിറ്റ് ചെയ്യാം. ഓരോ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഓരോ സ്റ്റാർട്ടപ്പുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ നമുക്ക് 100 പേരെ ആദ്യമേ റെഫർ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം വോട്ട് ചെയ്യാം. വൺസ് ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗാഡ്ജറ്റിൽ നിന്നും ആ വ്യക്തിക്ക് പിന്നീട് ഒരു വോട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് എത്ര ദിവസമാണ് നമ്മൾ ഈ ആദ്യഘട്ട വോട്ടെടുപ്പിന് കൊടുക്കുന്നത്? നമ്മൾ അതിന്റെ ഒരു ടെനേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 10 ദിവസം. 10 ദിവസം, അതായത് ഇന്ന് രാത്രി മുതൽ 10 ദിവസം. അതെ, നമുക്ക് 8 മണി മുതൽ 10-ാം തീയതി രാത്രി 8 മണി വരെ. അപ്പൊ 11-ാം തീയതി നമ്മൾ സൂപ്പർ 50യുമായിട്ട് നമ്മൾ എത്തും. സൂപ്പർ 50യുമായിട്ട് 11-ാം തീയതി എത്തും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, അസറ്റ് ഹോംസ് സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025ന്റെ സ്റ്റാർ 100 പട്ടിക നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 10 ദിവസങ്ങളിൽ ഇന്ന് 8 മണി മുതൽ വിൻഡോ ഓപ്പൺ ആകുന്നു. ഇന്ന് 8 മണി മുതൽ വോട്ടിങ്ങിൻ്റെ വിൻഡോ ഓപ്പൺ ആകുകയാണ്. അത് അടുത്ത 10 ദിവസം വരെ ഉണ്ടാകും. അപ്പോൾ ഏപ്രിൽ 10 വരെ നിങ്ങൾക്ക് ആ വോട്ട് രേഖപ്പെടുത്താം. www.newagicon.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഓരോ നോമിനീസും 100 പേരുടെയും പേരും അവരുടെ ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യാനുള്ള വേറൊരു സബ് ഐക്കൺ നിങ്ങൾക്ക് കിട്ടും. ആ ഐക്കണിൽ പ്രസ് ചെയ്താണ് നിങ്ങളുടെ ഗാഡ്ജറ്റിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. 10 ദിവസം കഴിയുമ്പോൾ ഏപ്രിൽ 11-ന് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച 50 പേരുടെ ചുരുക്ക പട്ടികയുമായി ഞങ്ങളെത്തും. അത് കൃത്യം ഏപ്രിൽ 11-ാം തീയതി വൈകിട്ടാണ്. അതുവരെ കാത്തിരിക്കുക. ഈ കാലയളവിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയല്ല, ഈ ഒരു സൗഹൃദ ലീഗിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്ക് രേഖപ്പെടുത്തുക. അതുവരെ കാത്തിരിക്കുക. അന്ന് കാണാം. ശുഭരാത്രി.